ആണ് സാധാരണയായിട്ട് സംഘടിപ്പിക്കാറുള്ളത്. എല്ലാവർക്കും ഓഫീസ് കഴിഞ്ഞ് വന്ന് 7 മണിക്ക് ശേഷം ഒരു ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയതായിരുന്നു. ഇപ്പം ഏകദേശം നമുക്ക് 6000-ഓളം വരുന്ന ഗ്രൂപ്പ് മെമ്പർമാരുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്. അവർ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാജനാണ്, സാജൻ ജനാർദ്ദനൻ. അദ്ദേഹം നമ്മളെ ഇതിനു മുന്നേയും സഹകരണ വീക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ പരിശീലന പരിപാടിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ മതവിഭാഗങ്ങളുടെ പിന്തുടർച്ച അവകാശം എങ്ങനെയാണ് എന്നുള്ള ഒരു സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ദൈനംദിന സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സാധാരണ ഉണ്ടാവുന്ന നിരവധി സംശയങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നോമിനി ആരാണെന്ന് നിശ്ചയിക്കുന്ന സമയത്ത് ചില സമയത്ത് അതിലൊരു വളരെയധികം പ്രയാസം അനുഭവപ്പെടാറുണ്ട്. വിവിധ മതവിഭാഗങ്ങളിൽ വിവിധ രീതികളിലായതുകൊണ്ടും വിവിധ സെനാരിയോയിലായതുകൊണ്ടും അതിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും അതിലൊരു പ്രയാസം അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായ്പ നൽകുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ഭൂമി പണയം വെച്ചിട്ടുള്ള വായ്പ ആധാരങ്ങൾ നൽകുന്ന സമയത്തും മരണപ്പെട്ടു പോയ ആളുടെ അവകാശം, അത് അവകാശികൾക്ക് കിട്ടിയ രീതി അല്ലെങ്കിൽ കിട്ടാനുള്ള രീതി, അല്ലെങ്കിൽ വായ്പ എടുത്ത ആള് മരണപ്പെട്ട ശേഷം അയാളുടെ അവകാശം നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഗഹനം തിരിച്ചെഴുതുമ്പോൾ ഉണ്ടാവുന്ന സംശയങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് സമയത്ത് റെഗുലർലി ഒരു സഹകരണ ബാങ്ക് ജീവനക്കാർ സാധാരണ രീതിയിൽ അനുഭവിക്കുന്ന പല സംശയങ്ങളും മനസ്സിലുണ്ട്. അപ്പൊ ആ വിഷയം, അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം സെലക്ട് ചെയ്യുക എന്ന് വിചാരിച്ചത്. വിവിധ മതവിഭാഗങ്ങളിലുള്ള പിന്തുടർച്ച അവകാശം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതൊരു വലിയൊരു വൈഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിലേക്ക് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും അത് ഹിന്ദു ലോലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ 2ാമത്തെ നില 3ാമത്തെ നില എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നമുക്ക് പോകാൻ കഴിയില്ല, ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഓവർവ്യൂ, നമ്മൾ സാധാരണ നമുക്കുണ്ടാവാറുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ അഡ്വക്കേറ്റ് സാജൻ നിങ്ങളോട് പറയും. അതിനുശേഷം നമുക്ക് ദൈനംദിന ബാങ്കിങ് ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ സംശയങ്ങളാണ് ഇന്നത്തെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സംശയങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല രീതിയിൽ ഉണ്ടാവുന്ന സെനാരിയോയിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് ഇവിടെ ദൂരീകരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ദൂരീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സാജനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡ്വക്കേറ്റ് സാജനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതോടൊപ്പം തന്നെ he had immensely rich experience with the non-banking financial companies. ആദ്യം അദ്ദേഹം മണപ്പുറം ഫിനാൻസിലായിരുന്നു, ആൻഡ് നൗ ഹീസ് വിത്ത് അനദർ ലീഡിംഗ് NBFC ഇൻ കേരള. സാജൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, സാജന് ഈ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് തന്നെ സാജന്റെ ആ ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഇന്നത്തെ പരിശീലന പരിപാടിയിൽ. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. സാജൻ ഒരു ഓവർവ്യൂ പറഞ്ഞ ശേഷം നമുക്ക് സംശയങ്ങളുമായിട്ട് ഈ ക്ലാസ് മുന്നോട്ട് പോകാം. സാജൻ, വെൽക്കം ടു യു. താങ്ക് യു ശ്രീജിത്ത്. ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഓവർവ്യൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു വൈഡർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. അപ്പൊ ആ സംശയങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പം ഒരുപാട് സമയം പോവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ നിങ്ങളുടെ സംശയങ്ങൾ, ദൈനംദിനമായ നിങ്ങളുടെ പ്രവൃത്തിയിൽ വരുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എന്താണ് ഈ നിയമങ്ങളിലെ ഒരു ഓവർവ്യൂ നമുക്ക് ഒന്ന് പരിശോധിക്കാം, എന്നിട്ട് മറ്റേ ഇതിലേക്ക് കടക്കാം. പിന്നെ ഞാനിപ്പം ശ്രീജിത്ത് പറഞ്ഞ പോലെ മണപ്പുറത്തിലായിരുന്നു, പിന്നെ ഇപ്പൊ മറ്റൊരു NBFCയുടെ ഡയറക്ടർ ബോർഡിലുണ്ട്. അതിലുപരി ഞാനിപ്പോ തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യാണ്. പ്രാക്ടീസിങ് ലോയർ. കുറച്ച് ഫിനാൻസ് കമ്പനികളൊക്കെ തന്നെ നമ്മുടെ കൺസൾട്ടന്റ് ആയിട്ടും കമ്പനികളൊക്കെ ഉണ്ട്.
അപ്പം മേജർ ഏരിയ എന്ന് പറയുന്നത് പ്രാക്ടീസ് ഇത് തന്നെയാണ്. ഫിനാൻഷ്യൽ സെക്ടറും പ്ലസ് റിയൽ എസ്റ്റേറ്റ് സെക്ടറും ഒക്കെയാണ്. അപ്പൊ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഒക്കെയാണ് നമ്മളെ മെയിൻ ഏരിയ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ പ്രസന്റ് ചെയ്യാം. ഒരു PPT ജസ്റ്റ് ഒന്ന് ഓടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാൻ ഒരു ഓർഡർ ക്രമത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു അതിൽ ചിലപ്പോൾ വല്ല മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. എനിക്കൊന്ന് രണ്ടാമത് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി പോകുമ്പോ അങ്ങോട്ട് പറയാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നതെല്ലാം ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. അത് ഇൻഫിനിറ്റിയിലാ പോയത് സജൻ, മറ്റേ ഷെയർ കിട്ടുന്നില്ലേ? ഇൻഫിനിറ്റിയിലാണ്. ഇപ്പൊ കിട്ടുന്നുണ്ടോ? അവൈലബിൾ ആണ്, പക്ഷെ അതിന്റെ അത് നമ്മൾ ആ ഇൻഫിനിറ്റിയിൽ സെലക്ട് ചെയ്തുകൊണ്ടേ നമുക്കതിങ്ങനെ കാണില്ല. എവിടെയാ ഇതില് മാറ്റണ്ടേ? അല്ല, ഹോസ്റ്റ് കൺട്രോളിലെ ഹോസ്റ്റ് കൺട്രോളാ? ഷെയറിലല്ലേ? ഞാനതൊന്ന് ചെക്ക് ചെയ്യാം. സാധ്യത സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ അങ്ങോട്ടേക്ക് എല്ലാം ഓപ്പൺ ആക്കി എടുക്കണ്ടല്ലോ. അതെ. ശരിക്കും കാണുന്നില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഒന്നും കൂടി സ്റ്റോപ്പ് പ്രസിന്റേയും കൊടുത്തിട്ട് വേണ്ടി സ്റ്റാർട്ട്. ഷെയർ ദ സ്ക്രീൻ പറയുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ സ്ക്രീന് എൻ്റെ സ്ക്രീനും കൊടുത്താ പോരെ? എൻ്റെ സ്ക്രീൻ അവിടെ ഓൾസോ ഷെയർ ഓൾ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് കാണുന്നുണ്ട്, അതും കൊടുക്കണോ? ഒന്നും കാണുന്നില്ല.
വേണമെന്നില്ല. ഇത് മാത്രം കൊടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. റെഡി ഉണ്ടാവും. ഇനി ആ സ്ക്രീൻ നമ്മുടെ ഈ മറ്റേ ഇപ്പൊ ഈ വിൻഡോ എടുത്തപ്പോഴാണ് PPT ഇപ്പൊ റെഡിയാണ്. റെഡി ആണല്ലേ? ഓക്കെ, ഒന്ന് വലുതാക്കിയാൽ മതി താഴെ. കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ് യെസ് യെസ്. ഓക്കെ. അപ്പോ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ സക്സഷന്റെ അണ്ടർസ്റ്റാൻഡ് 2 പ്രൈമറി ടൈപ്സ് ഓഫ് സക്സഷൻ. 2 തരത്തിലാണ് നമുക്ക് സക്സഷൻ വരുന്നത്. ഒന്ന് ഇന്റർസ്റ്റേറ്റ് സക്സഷനും ഒന്ന് ടെസ്റ്റമെന്ററി സക്സഷൻ. അങ്ങനെ 2 തരത്തിലുള്ള സക്സഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ ഈ സക്സഷനിലൂടെ വരുമ്പോൾ പല മതങ്ങളിലുള്ള ആളുകൾ കറക്റ്റ് ആരൊക്കെയാണ് ഒരു കൈമറിഞ്ഞ് അവകാശികളായിട്ട് വരുന്നത്, ആരൊക്കെയാണ് കൃത്യമായിട്ട് വരുന്നത്, അത് വിവിധ മതങ്ങളിൽ ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഈ നമ്മൾ വാങ്ങിക്കേണ്ടത്, ബാങ്കിൽ നമ്മൾ കൊടുക്കുമ്പം, ഈ ലോൺ കൊടുക്കുമ്പോഴും മറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ഒക്കെ ഇത്തരം കേസുകൾ വരുമ്പം എന്തൊക്കെ രേഖകൾ എടുക്കണം, അതുമൂലം നമുക്ക് പരമാവധി നമുക്ക് ഉണ്ടാവാവുന്ന ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളെയൊക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോ 2 തരം സക്സഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ടെസ്റ്റമെന്ററി സക്സഷൻ. അത് മറ്റൊന്നുമല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്തെങ്കിലും എഴുതി വെച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അവകാശങ്ങൾ ഒരു ഭൂമിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളിലുള്ള അവകാശങ്ങൾ ആർക്കൊക്കെ പോകണം എന്ന് കൃത്യമായി വിൽപത്രം മുഖാന്തരം നമ്മൾ എഴുതി വെച്ചിട്ട് മരണപ്പെട്ടിട്ട് ആ എഴുതി വെച്ച ഇൻസ്ട്രുമെന്റിന്റെ ബേസിൽ മറ്റൊരാൾക്ക് അവകാശം പോവുക, അതാണ് ടെസ്റ്റമെന്ററി സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണ് ഈ വിൽപത്രത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ മുസ്ലിം ലോയില് കുറച്ച് റെസ്ട്രിക്ഷൻസോട് കൂടിയിട്ട് അവരുടേതായ കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ തന്നെ വിൽപത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണ് പോകുന്നത്. അത് ആ ഇൻസ്ട്രുമെന്റിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണോ, അതിൽ എഴുതിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണോ അത് പ്രകാരം തന്നെയാണ് വസ്തു കൈമാറ്റപ്പെടുന്നത്. എന്നാൽ മുസ്ലിം പേഴ്സണൽ ലോയിൽ അങ്ങനെ എഴുതി വെക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് പറയാം. അതുപോലെ രണ്ടാമത്തെ കാര്യം ഇന്റർസ്റ്റേറ്റ് സക്സഷൻ ആണ്. ഇതാണ് നമ്മൾ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി നമുക്ക് പ്രശ്നം ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റ് സക്സഷൻ ആണ്. അതായത് ഒരാൾ പെട്ടെന്ന് മരിക്കുകയാണ്, അയാളുടെ വസ്തുവിനെ കുറിച്ചിട്ട് ആർക്ക് പോകണം, എങ്ങനെ പോകണം, ആർക്ക് ലഭിക്കണം എന്നുള്ളതൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അവിടെ ഒരു ഇൻഹെറിറ്റൻസ് ഓരോ മതവിഭാഗങ്ങളിലും പ്രത്യേകം രീതിയിലാണ്. ഇപ്പം ഒരു കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വസ്തു ഭാര്യയ്ക്കാണോ മക്കൾക്കാണോ അവരുടെ അച്ഛൻ അമ്മയ്ക്ക് കിട്ടുമോ ബ്രദേഴ്സിന് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഓരോ നിയമങ്ങൾ, ഓരോ മതവിഭാഗത്തിനും പ്രത്യേകം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് പോകുന്നത്. ഒരു വിൽപത്രം എഴുതിയിട്ടില്ലാത്ത അല്ലെങ്കിൽ രേഖകൾ എഴുതി വെക്കാതെ മരിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഭൂമി അല്ലെങ്കിൽ വസ്തുക്കൾ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്റർസ്റ്റേറ്റ് സക്സഷൻ. അതാണ് നമ്മൾ ഇവിടെ കൂടുതലും പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരു മുസ്ലിം ലോയില് ഞാൻ നേരത്തെ പറഞ്ഞു ടെസ്റ്റമെന്ററി സക്സഷൻ, അതായത് വിൽപത്രം എഴുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും 2 റെസ്ട്രിക്ഷൻസ് ആണ്. ഒന്ന് ലിമിറ്റ്, അതായത് പ്രോപ്പർട്ടിയുടെ 1/3 മാത്രമേ നമുക്ക് സുന്നി മുസ്ലിംസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സുന്നി ഷിയ അങ്ങനെ 2 വിഭാഗങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് നിയമങ്ങളുള്ളത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനിപ്പോ പറ്റില്ല. അപ്പോ അവരുടെ 1/3 മാത്രമേ വിൽപത്രത്തിലൂടെ എഴുതി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഒരു എന്ന് പറഞ്ഞാലും ആർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരു ലീഗൽ ഹെയർ ആയിട്ടുള്ള ആളുകൾക്ക് ആരെങ്കിലും ഒരാൾ, ഇപ്പൊ 3 മക്കളുണ്ട്, അതിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഈ 1/3 നിന്നുകൊണ്ടേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1/3 നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മകന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. അത് അങ്ങനെ വാലിഡ് ആവണമെങ്കിൽ സുന്നി ലോയിലാണെങ്കിൽ കൺസെന്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഷിയയിൽ വരുമ്പോ 1/3 വരെ അങ്ങനെ കൺസെന്റ് ഇല്ലാതെ തന്നെ ചെയ്യാമെന്നും പറയുന്നുണ്ട്.
അപ്പൊ അങ്ങനെ അവർക്ക് ഒരാൾക്ക് മാത്രമായിട്ടൊന്നും കൊടുക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത്. മറ്റ് ഹിന്ദു ലോയിലോ ക്രിസ്ത്യൻ ലോയിലോ അവരൊന്നും വിൽപത്രം അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റും, ഇഷ്ടമുള്ള എക്സ്റ്റെൻഡും കൊടുക്കാം. ഇവിടെ 1/3 എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ലീഗൽ എയറിന് മാത്രമായിട്ട് കൊടുക്കുന്നതിനും ഉള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലീഗലൈസ് ആരും ഇല്ലെങ്കിൽ മൊത്തം കൊടുക്കാനും അവർ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അത് വിൽപത്രത്തെ കുറിച്ചിട്ട് മുസ്ലിം പേഴ്സണൽ ലോയിൽ വരുന്ന ഒരു കുറച്ച് റെസ്ട്രിക്ഷൻസിനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് സക്സഷനിൽ നോർമലി നമ്മൾ വാങ്ങിക്കുക എന്ന് പറയുമ്പം, ഇപ്പൊ ടെസ്റ്റമെന്ററി സക്സഷനിൽ വരുമ്പോൾ നമുക്കറിയാം വിൽപത്രം നമ്മൾ മേടിക്കാറുണ്ട്. വിൽപത്രത്തിന് എപ്പോഴും ഒരു സർട്ടിഫൈഡ് കോപ്പി കൂടെ മേടിക്കുന്നത് നല്ലതാണ്. കാരണം ഈ സർട്ടിഫൈഡ് എടുക്കുമ്പോഴാണ് ഇത് ലാസ്റ്റ് വില്ലാണോ എന്നൊക്കെ അതിൻ്റെ അകത്ത് അറിയാൻ പറ്റുള്ളൂ. കാരണം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിൽപത്രം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസൽ ചെയ്ത വിൽപത്രം നമ്മളൊരു സർട്ടിഫൈഡ് കോപ്പി എടുത്തു കഴിയുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാരണം വിൽപത്രം ജീവിച്ചിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് ചെയ്യാൻ പറ്റും. അപ്പൊ പഴയതിന്റെ ഒറിജിനലും കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് ലാസ്റ്റ് വില്ല് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫൈഡ് കോപ്പി കൂടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ആ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്ത ആള് വേറെ എന്തെങ്കിലും രേഖ ഇതിനുശേഷം ഈ ഭൂമിയിൽ വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ ഒരു 50 സെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആ 50 സെന്റ് പ്രോപ്പർട്ടിയുടെ വിൽപത്രം ഒരു മകന്റെ പേരിൽ എഴുതി വെച്ചിട്ട് ആള് അതിനുശേഷം ആള് ആ 50 സെന്റിൽ നിന്ന് ഒരു 20 സെന്റ് വേറെ വിറ്റിട്ടുണ്ട്. അപ്പോ അവിടെ മാറ്റം വന്നു, പ്രോപ്പർട്ടിയുടെ ഇതിൽ മാറ്റം വന്നു, വിൽപത്രത്തിന്റെ ഇതില് ഘടനയിൽ മാറ്റം വന്നു. അപ്പൊ ആ വിൽപത്ര പ്രകാരം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതറിയണമെങ്കിൽ വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾ അതിനുശേഷം ചെയ്തിട്ടുള്ള രേഖകളൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പൊ അതും കൂടെ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ അൺരജിസ്റ്റേർഡ് ബില്ലൊക്കെ ആണെങ്കിൽ പ്രൊബേറ്റ് ചെയ്ത കോടതിയിൽ നിന്ന്, പ്രൊബേറ്റോ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും സെയിം ആണ്. അത് എക്സിക്യൂട്ടർ വെച്ചിട്ടുണ്ടെങ്കിലാണ് പ്രൊബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, രണ്ട് പ്രോസസ്സാണ്. അത് ചെയ്തതിന്റെ ഓർഡർ കോടതിയിൽ ഉണ്ടാവണം. അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് കൺഫേം ചെയ്താലാണ് വില്ല് പ്രാബല്യത്തിൽ വരുന്നുള്ളൂ. അതുപോലെ വിൽപത്ര പ്രകാരമുള്ള മ്യൂട്ടേഷനൊക്കെ ഇപ്പൊ കുറെ പുതിയ കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട്. അത് പ്രകാരം വിൽപത്രം ഉണ്ടായാലും വിൽപത്രത്തിൽ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അവകാശികളുടെ കൂടെ ഒരു നോട്ടീസ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം വില്ലേജ് ഓഫീസർക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രോസസ്സ് ഇന്നൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹൈക്കോടതി വിധിയെ തുടർന്നിട്ട് അങ്ങനെ ഒരു പ്രോസസ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നോട്ടീസ് കൊടുക്കണമെന്നേ ഉള്ളൂ. നോട്ടീസ് കൊടുത്താൽ അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. ഒബ്ജക്ഷൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. കോടതി പോയിട്ട് 3 മാസത്തിനുള്ളിൽ കോടതി പോയി കേസ് കൊടുത്തതിന്റെ രേഖകളും ഹാജരാക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ പോക്കുവരവ് നടത്തി കൊടുക്കാം. അപ്പൊ ഇത് പോക്കുവരവ് ഓൾറെഡി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ മ്യൂട്ടേഷൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ രേഖകൾ നമ്മൾ പരിശോധിക്കാം. പുതിയ ടാക്സ് റെസിപ്റ്റ് ആണെങ്കിൽ അതിൽ നോക്കാം, അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ്, ROR ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവാൻ പറ്റും. പിന്നെ ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് സപ്പോർട്ടിംഗ് ആയിട്ട് മേടിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നില്ല. പക്ഷെ ഇതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഫർദർ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ആണ് സാധാരണ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കാരണം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ രേഖകളൊക്കെ തന്നെയായിരിക്കും വാങ്ങിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെയും കാര്യങ്ങൾ അടുത്ത എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോയേഴ്സ് പറയുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് ഹിന്ദുസിന് അപ്ലിക്കബിൾ ലോസ് എന്ന് പറയുന്നത്, ഹിന്ദുസിന് ഈ ഇൻഹെറിറ്റൻസ് ഹിന്ദു സക്സഷൻ ആക്ട് ആണ്. ക്രിസ്ത്യൻസിന് വരുന്ന ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ്. മുസ്ലിംസിന് അവരുടെ പേഴ്സണൽ ലോ ഉണ്ട്, ശരീഅത്ത് ലോസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇന്റർസ്റ്റേറ്റ് സക്സഷൻ റിസ്കി ആണെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് ആളെ, അതിന്റെ ലീഗലൈസ് ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ വരും. അതുകൊണ്ടാണ് ഇത് റിസ്കി ആണെന്ന് പറയുന്നത്. അപ്പോ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിന്റെ ശരിക്കുള്ള അവകാശികൾ ഉണ്ടായിരുന്നെങ്കിലൊക്കെ കുറെ കൂടി നമ്മൾ ലോൺ എടുത്തത് റിസ്കിലേക്കും പോകും, റിക്കവറി ഒക്കെ പ്രോബ്ലം ആയിട്ട് പോകും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊരു റിസ്കി ആണെന്ന് പറയും. ഇന്റർസ്റ്റേറ്റ് സക്സഷൻ പ്രോപ്പർലി ആ ഒരു ടൈറ്റിൽ ഫ്ലോ എത്രയാണ്, ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് അവരെ മുഴുവൻ നമുക്ക് ഈ ലോൺ ഡോക്യുമെന്റിലേക്കും അല്ലെങ്കിൽ ആവശ്യമായ രേഖകളിൽ അവരെ എല്ലാവരും കൊണ്ടുവന്ന് ഒപ്പിടിക്കേണ്ട, അവരെല്ലാം ബാധ്യതപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ, ഒരു സെക്യൂരിറ്റിയാണ് നമുക്ക് തരുന്നത്, ഈ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും, നമുക്ക് ലോൺ റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ കൊണ്ടാണ് ഇതൊരു റിസ്കി ആണെന്ന് പറയുന്നത്. അതിൽ കുറച്ചുകൂടി ഈ ഇന്റർസ്റ്റേറ്റ് സക്സഷൻ അങ്ങനെ വരുന്ന പ്രോപ്പർട്ടി നമ്മൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് മാറ്റർ ഇവിടെ നമ്മൾ തുടങ്ങുന്നത്, ഇന്റർസ്റ്റേറ്റ് സക്സഷൻ. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഇപ്പൊ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ഒരു സെക്ഷൻ 8 പറയുന്ന മെയിൽ ആണുങ്ങൾ മരിക്കുമ്പോൾ ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഒരു ക്ലാസ് 1 ഹയേഴ്സ്. ഞാനിവിടെ ക്ലാസ് 1 നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 പഠിക്കാൻ കഴിഞ്ഞാൽ കുറെ പ്രശ്നം. ഹലോ, യെസ്, ചോദിച്ചോ? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പോ ഈ നമ്മൾ ക്ലാസ് 1 ഇപ്പൊ എടുക്കാൻ കാരണം എന്താ വെച്ചാല് ക്ലാസ് 1 ആരും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം മാത്രമേ ക്ലാസ് 2 പോകുന്നുള്ളൂ. ഇപ്പൊ ക്ലാസ് 1 എന്ന് പറയും ഭാര്യ ഉണ്ട്. അപ്പം നമ്മൾ മെയില് മരിച്ചാൽ, ആണുങ്ങൾ മരിച്ചു പോകുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി ആർക്ക് പോകും? ഹിന്ദുക്കളിൽ എന്ന് പറയുമ്പോൾ ആ ക്ലാസ് 1 ഹയേഴ്സിൽ പെടുന്നത് ഇത്രയും ആൾക്കാരാണ്. അതായത് അവരുടെ ഭാര്യ ഉണ്ടാവും, വിഡോ, പിന്നെ മക്കളുണ്ടാവും, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, പിന്നെ മദർ ഉണ്ടായിരിക്കും. ഈ മരിച്ച ആളുടെ മദറിന് കൂടെ അവകാശം വരുന്നുണ്ട്. ഇതാണ് ഹിന്ദു മെയിൽ മരിക്കുമ്പോഴത്തെ അവസ്ഥ വരുന്നത്. അത് ഷെയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഹിന്ദു ലോയില് ഈക്വൽ ഷെയർസ് ആണ്. അതായത് ഭാര്യയ്ക്കും മക്കൾക്കും, എത്ര മക്കളുണ്ടെങ്കിൽ അത്ര മക്കള്, മദർ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പോകും. അപ്പൊ അത് വളരെ ഒരു ക്ലാസ് 1 അച്ഛനെ കിട്ടില്ല. ഏതാ? ക്ലാസ് 1 അച്ഛനെ കിട്ടില്ല. അച്ഛനില്ല. അച്ഛൻ ക്ലാസ് 2 പോകണം. ഇതിൽ ആരും ഇല്ലെങ്കിലാണ് ക്ലാസ് 2 അച്ഛൻ പോവാ. അച്ഛൻ, പിന്നെ ബ്രദേഴ്സ്, അങ്ങനെയുള്ള അടുത്ത സെക്ഷനാണ് ക്ലാസ് 2 പോകുന്നത്. അപ്പോ ക്ലാസ് 1 ഹിന്ദുക്കളില് അച്ഛനില്ല, അമ്മയ്ക്കാണ് പ്രധാനം വരുന്നത്. പിന്നെ ഈ അമ്മയുടെ അവകാശം മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത ഇതിൽ പറയാം. അത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലാസ് 1 ഇത്ര ആളുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മെയിൽ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ആര് ഈ ലീഗൽ ആർഷിപ്പ് ഒക്കെ മേടിക്കുമ്പോൾ എല്ലാവരും അത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നോക്കണം. ഇവർക്ക് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്തത് ഇനി ഒരു ഫീമെയിൽ മരിക്കുമ്പോൾ, സ്ത്രീകൾ മരിക്കുമ്പോൾ, ഹിന്ദുവിൽ തന്നെ മരിക്കുമ്പോൾ അതിൽ സെക്ഷൻ 15 and 16 ആണ് ഇത് കവർ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് മക്കളും പിന്നെ ഹസ്ബൻഡിനുമാണ്. ഇതിൽ അച്ഛനും അമ്മയും വരുന്നില്ല. സ്ത്രീകൾ മരിക്കുമ്പോൾ ഇനി ആ ക്ലാസ്സിൽ ആരും ഇല്ലെങ്കിലാണ് നെക്സ്റ്റ് ഹെയർസ് ഓഫ് ഹസ്ബൻഡിലേക്ക് പോവുക, ഹസ്ബൻഡിന്റെ അവകാശികൾക്ക് പോകും. അപ്പൊ ഹസ്ബൻഡും കുട്ടികളും ആരും ഇല്ല എന്നൊക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഹസ്ബൻഡ് പോവുക. പിന്നെ പേരൻസ് അവരുടെ മരിച്ച സ്ത്രീകളുടെ പേരൻസിലേക്കോ ഒക്കെ പോകുന്നത് അപ്പോഴാണ്. ഫാദറിന്റെ മദറിന്റെ ഒക്കെ അടുത്ത ക്ലാസ്സുകളാണ് ഇത് വരുന്നത്. ഒരെണ്ണം ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്, സൺസ്, ഡോട്ടേഴ്സ് ആൻഡ് ഹസ്ബൻഡ്സ്. ഇവരുടെ ഒരു സെക്ഷൻ, ഇനി അടുത്തൊരു പ്രൊവിഷൻ വരും. ഇതിപ്പോ അവരുടെ പേരിൽ, അതായത് ഫീമെയിലിന്റെ പേരിൽ കിട്ടിയിട്ടുള്ള ഒരു ആധാരം ഉണ്ടെങ്കിൽ, അവര് സ്വന്തമായിട്ട് വാങ്ങിച്ചതോ ആരെങ്കിലും ആധാരപ്രകാരം എഴുതി കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഡീഡോ സെയിൽ ഡീഡോ സെറ്റിൽമെന്റ് ഡീഡോ പ്രകാരമൊക്കെ ഒരു സ്ത്രീക്ക്, ഹിന്ദു സ്ത്രീക്ക് കിട്ടിയിട്ടുള്ള ഭൂമി, അങ്ങനെ അവർ ഓണർഷിപ്പിൽ നിൽക്കുമ്പോഴാണ്, അവർ മരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മക്കൾക്കും ഭർത്താവിനും തുല്യാവകാശങ്ങൾ കിട്ടുന്നത്. ഇനി മറ്റൊരു രീതിയിലും ഇവർക്ക് ചിലപ്പോൾ കിട്ടാം, അതായത് ഇൻഹെറിറ്റൻസ് വഴി കിട്ടാം. അതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 15(2) പറയുന്ന 2 രീതിയിൽ ഇൻഹെറിറ്റൻസ് വരുന്നത്. 3 രീതി പറയുന്നുണ്ട്, ABC പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവര് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇവരുടെ ഫാദറിന്റെ കയ്യിൽ നിന്നാണെന്ന് വിചാരിക്കാം. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇവരുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇൻഹെറിറ്റൻസ് ആണ്, ശ്രദ്ധിക്കണം. അച്ഛൻ ഒരു വിൽപ്പത്രപ്പഴിയോ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഡീഡോ ഗിഫ്റ്റ് ഡീഡോ മകൾക്ക് എന്തെങ്കിലും ആദാനം കൊടുത്തത് ഇൻഹെറിറ്റൻസ് പറയാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന അല്ല ഇൻഹെറിറ്റൻസ്. ആളുടെ ലൈഫ് ടൈമിൽ എഴുതി കൊടുക്കുന്നത് അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ തനിയെ വരുന്നതുണ്ടല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞു മറ്റേ ഇന്റർസ്റ്റേറ്റ് സക്സഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ, അതിലൂടെ കിട്ടിയ ഒരു ഭൂമിയാണെങ്കിൽ, ഇപ്പൊ അവരുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് വന്നു, അവരുടെ സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് വന്ന ഭൂമിയാണെങ്കിൽ, അത് ഇവർ മരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കുട്ടികളില്ലെങ്കിൽ കേട്ടോ,
കുട്ടികളും അന്നില്ലാതെ തന്നെ, കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അവിടെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കിട്ടുക. കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന് കിട്ടില്ല, ഭർത്താവിന് ഒരുമിച്ച് മാത്രമായിട്ട് കിട്ടില്ല. ഇത് നേരെ ഫാദറിന്റെ അവകാശികൾക്ക്, ഫാദറിനോ, ഫാദർ ഇല്ലെങ്കിൽ ഫാദറിന്റെ അവകാശികൾക്കോ, അവരുടെ ബ്രദറോ അങ്ങനെ പോവാം. അവരുടെ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ കുട്ടികൾ ഇല്ലാത്ത കണ്ടീഷനിൽ, അതാണ് ഈ എ പറയുന്നത്. ഇതൊക്കെ സെക്ഷൻ 15(2) പറയുന്നതാണ്, ലേഡീസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഭർത്താവ് മരിച്ചിട്ട് ഇൻഹെറിറ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കാം, ഇവർക്ക് കിട്ടി. അവിടെ കുട്ടികൾ ഇല്ലെങ്കിൽ ഇവർ ഭർത്താവിന്റെ ഹേഴ്സിനാണ് പോവാ. അങ്ങനെ സെയിം ഇതേപോലെ തന്നെ നേരത്തെ ഇവരുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയതെന്ന് പറയുന്ന പോലെ തന്നെ ഭർത്താവിന്റെ ഇൻഹെറിറ്റ് ചെയ്ത ഭൂമി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, അല്ല ഇവര് മരിക്കുമ്പോ അങ്ങനെ കിട്ടിയ ഒരു ഭൂമിയിൽ ഇവര് മരിക്കുമ്പോൾ ഇവർക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ ഭർത്താവിന്റെ അവകാശികൾക്ക് പോകും. ഇതുപോലെ തന്നെ മറ്റൊരു കേസാണ് ഈ പ്രീ ഡിസീസ്ഡ് സൺ എന്ന് പറയും. അവരൊക്കെ എന്ത് കിട്ടിയത്, അത് നമ്മൾ ആദ്യത്തെ ഇതിൽ മുമ്പത്തെ സ്ലൈഡിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ അമ്മ ഈ ഒരു മെയിൽ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടല്ലോ ഒരു അവകാശം ഉണ്ടല്ലോ, അങ്ങനെ കിട്ടിയ ഒരു ഭൂമിയാണെന്ന് വിചാരിക്കുക, അമ്മയ്ക്ക് കിട്ടി. ആദ്യമൊക്കെ അങ്ങനെ വന്ന കേസുകൾ അങ്ങനെയാണെങ്കിൽ, ഇപ്പൊ ഒരാൾ മരിച്ചു, ഈ മരിച്ചു കഴിഞ്ഞപ്പം മകൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു അവകാശം കിട്ടി. ആ അമ്മ പിന്നെ മരിക്കുമ്പോ അമ്മയുടെ അവകാശികൾ ആരൊക്കെയായിരുന്നു, അമ്മയുടെ മറ്റു മക്കൾക്കൊക്കെ അതിൽ അവകാശം വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 2016 ഒരു കോടതി വിധിയെ തുടർന്ന് പിന്നെ ഈ ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ അമെൻമെന്റിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ മകന്റെ കയ്യിൽ നിന്ന്, മകൻ മരിച്ചപ്പോ അമ്മയ്ക്ക് ഒരു അവകാശം വന്നു. ആ അവകാശം അമ്മ മരിക്കുമ്പോൾ തിരിച്ചാ മകന്റെ ആളുകൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, മറ്റു മക്കൾക്കൊന്നും പോകില്ല. അങ്ങനെ ഒരു അമെൻമെന്റും ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു നല്ലൊരു ഇതാണ്. കാരണം ആ മകൻ സമ്പാദിച്ച ഒരു വസ്തുവിൽ ഈ അമ്മയ്ക്ക് അവകാശം വരുന്നു. മകൻ മരിച്ചപ്പോൾ അവകാശം കിട്ടി. ആ അമ്മ മരിക്കുമ്പോൾ വീണ്ടും ആ മകന്റെ ആളുകൾക്ക്, ഭാര്യയ്ക്കും കുട്ടികൾക്കും അല്ലേ പോകേണ്ടത്, മറ്റ് മക്കൾക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു ഹൈക്കോടതി വിധിയൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അമെൻമെന്റ് ഒക്കെ വന്നത്. സി എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസവും ഈ ഹിന്ദു സ്ത്രീകളുടെ കാര്യത്തിൽ ഇൻഹെറിറ്റൻസിൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവാവുന്ന രീതിയിൽ അവലംബിക്കും. ആർക്കെങ്കിലും സംശയം ഈ വിഷയം ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. കേൾക്കുന്നുണ്ടല്ലോ സാറേ? കേൾക്കുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി അച്ഛന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് മകനും കൊടുത്തു, മകനും അമ്മയ്ക്കും കൂടിയിട്ട് കൊടുത്തു. മകനും അമ്മയ്ക്കും ആര് കൊടുത്തു? അച്ഛന്റെ പ്രോപ്പർട്ടി ആയിരുന്നത് അച്ഛൻ കൊടുത്തു. വോയിസ് ബ്രേക്ക് ആവണം. അച്ഛന് എഴുതി കൊടുത്തു അവർക്ക്. അച്ഛൻ മകനും അമ്മയ്ക്കും എഴുതി കൊടുത്തു. ഇപ്പൊ സംശയം ചോദിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ മാത്രം സംശയം ചോദിക്കാം കേട്ടോ. മറ്റു സംശയങ്ങൾ നമുക്ക് അവസാനം ചോദിക്കാം. ഇതന്നെ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആണ്. ആ അമ്മയുടെ ശേഷം മകന് കിട്ടുമായിരുന്നു, പക്ഷെ മകൻ ആദ്യം മരിച്ചു. സൗണ്ട് ക്ലിയർ ആവണില്ല, ബ്രേക്ക് ആയി പോകും. ഒന്നുകൂടി. ഓക്കെ. മകൻ ആദ്യം മരിച്ചു. മകൻ ആദ്യം മരിച്ചു. പിന്നെ അതായത് അമ്മയ്ക്കും മകനും അച്ഛൻ എഴുതി കൊടുത്ത ഭൂമി അല്ലേ? എന്നിട്ട് അമ്മയുടെ കാലശേഷം ആ മകനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യം അമ്മ മരിച്ചു. അതായത് അച്ഛൻ അമ്മയ്ക്കും മകനും കൂടെ എഴുതി കൊടുത്തു. എന്താ ആധാരം എഴുതി കൊടുത്തത്? വിൽപ്പത്രമായിരുന്നോ? ഹലോ രണദേവ്, അത് വിൽപ്പത്രമായിട്ടാണോ അല്ലെങ്കിൽ ജന്മമായിട്ടാണോ, എങ്ങനെയാണോ എഴുതി കൊടുത്തതെന്നാണ് ചോദ്യം. അത് അച്ഛന് എഴുതി വാങ്ങിയതാണ്. അത് വിൽപ്പത്രമായിട്ടല്ല, അത് എഴുതി കൊടുത്തു തന്നെയാണ്. അന്ന് മകനും എല്ലാം സമ്പാദിച്ചിരുന്ന ഈ നേരത്തെ സാർ പറഞ്ഞ പോലെ എല്ലാം അവര് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മകന് എഴുതി കൊടുത്തു, ഒപ്പം അമ്മയ്ക്കും സെറ്റിൽമെന്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൽ എഴുതി അമ്മയുടെ കാലശേഷം മകനെന്ന് എഴുതി. പക്ഷെ മകൻ ആദ്യം മരിച്ചു. അപ്പോ അവര് തമ്മിൽ ഇപ്പൊ കേസായി. ഇപ്പൊ നമ്മുടെ ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നതായിരുന്നു, അത് ലോൺ ക്ലോസ് ചെയ്ത് അവർ കൊണ്ടുപോയി. ഇപ്പോഴും കേസ് നടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ സാർ ഈ പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒരു കേസ് വന്നുകൊണ്ട് സൂചിപ്പിച്ച അതിലെങ്ങനെയാണ് ഈ ഇത്തരം കേസുകൾ നമ്മൾ കേസ് ടു കേസ് നോക്കിയിട്ട് പറയേണ്ടി വരും. ഇതിൽ പെട്ടതല്ല. അത് ഈ ഞാൻ പറയുന്ന കാര്യം അതായിട്ട് ബന്ധമില്ല. നമ്മൾ ഇപ്പൊ സാറ് പറഞ്ഞ ഈ രണ്ട്
ഭാഗങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. മറ്റു സംശയങ്ങൾ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഇതിലിപ്പോ ഞാൻ പറഞ്ഞത് ഹിന്ദു സക്സഷനില്, ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഇത് പറയാം. ഹിന്ദു സക്സഷനില് ഒരു ആണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് അവകാശികൾ എന്ന് നമ്മൾ പറഞ്ഞു. ആ അവകാശികൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഹിന്ദു മെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയ്ക്ക് കിട്ടും, അയാളുടെ മക്കൾക്ക് കിട്ടും, അയാളുടെ അമ്മയ്ക്ക് കിട്ടും. ഇത്രയാണ്. അത് മനസ്സിലായല്ലോ. അത് അവർക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടുക. പിന്നെ അവസാനം ഞാൻ പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് കിട്ടിയത് അമ്മ പിന്നീട് മരിക്കുമ്പോൾ ഇവർക്ക് തന്നെയാണ് തിരിച്ചു വരിക. അതാണ് ഞാൻ നേരത്തെ ഒരു ABC എന്ന് പറഞ്ഞ 3 ക്ലോസ് പറഞ്ഞല്ലോ. അത് ലേഡീസ് മരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കിട്ടിയതാണെങ്കിൽ, ഒരു മകന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, ഈ അമ്മ മരിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ 3 ആൾക്കേ കിട്ടുള്ളൂ. വേറെ അമ്മയുടെ മക്കൾ, ആദ്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേറെ മക്കൾ ഉണ്ടാവുമല്ലോ. ഈ മരിച്ച മകന്മാർ അത്ര അല്ലാത്ത മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ പോയിരുന്നു. അപ്പൊ അത് ഇപ്പൊ മാറ്റിയിട്ടാണ് ഈ ആ ക്ലോസ് C ആഡ് ചെയ്തത്. അത് ഞാൻ ഇവിടെയും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഹിന്ദു മെയിൽ മരിച്ചു കഴിഞ്ഞാലത്തെ കണ്ടീഷൻ. വളരെ സിമ്പിൾ ആണത്. ക്ലാസ് 1 ഹെയേഴ്സിൽ ഇവരാണ് ഉള്ളത്. ക്ലാസ് 2 ഹെയേഴ്സ് ഇവരാരും ഇല്ലെങ്കിൽ, ഇവരാരെങ്കിലും ഒരാളുണ്ടെങ്കിൽ മുഴുവനും അവർക്ക് മാത്രം കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ വിഡോ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാ, ആ എൻ്റെ പ്രോപ്പർട്ടി ഭാര്യക്ക് കിട്ടും. ഒരു മകനേ ഉള്ളൂ എന്നൊക്കെയാ, പ്രോപ്പർട്ടി മകന് മാത്രം കിട്ടും. ഇപ്പൊ ഒരു മകനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇതിൽ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യണമെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഏറ്റവും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇതിൽ അമ്മയ്ക്ക് കൂടെ അവകാശം ഉണ്ടെന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. പിന്നെ ഫീമെയിൽ മരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത്, ഒരു അമ്മയും അച്ഛനും വരുന്നില്ല, ക്ലാസ് 1 വരുന്നത് മക്കളും ഹസ്ബൻഡിനും കിട്ടും. ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് മുഴുവനായിട്ടും കിട്ടും. ഹിന്ദു ലോയുടെ ഒരു പ്രത്യേകത അതാണ്. ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് മൊത്തമായിട്ട് കിട്ടിക്കോളും. വേറെ ആർക്കും അടുത്ത ഹെയറിലേക്ക് ഒന്നും പോകില്ല. ആരും ഇല്ലാതെ ആയാൽ മാത്രമാണ്, ഈ 3 കാറ്റഗറിയിൽ ആരും ഇല്ലാതായാൽ മാത്രമാണ് അടുത്തതിൽ പോവുള്ളൂ ഫീമെയിലിന്റെ. പിന്നെ ഫീമെയിലിന് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ബാങ്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫീമെയിലിന്റെ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫീമെയിലിന് എങ്ങനെയാണ് കിട്ടിയത് ഈ ഭൂമി എന്നുള്ളത് നോക്കണം. ഇപ്പൊ ഈ ഫീമെയിലിന്റെ ഭൂമി കിട്ടിയത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മെയിൽ മകൻ മരിച്ചിട്ട് അങ്ങനെ കിട്ടിയത് അമ്മയ്ക്ക് കിട്ടിയ ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അവകാശികൾ, ആ സ്ഥലത്തിന്റെ അവകാശികൾ ആ മരിച്ച മകന്റെ ആൾക്കാർ മാത്രമായിരിക്കും. അതാണ് ഒരു കണ്ടീഷൻ. അതാണ് ഇതിലെ C എന്ന് പറയുന്ന കണ്ടീഷൻ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയത് അവരുടെ അച്ഛൻ മരിച്ചപ്പോ അങ്ങനെ പിന്തുടർച്ചാ വഴി കിട്ടിയ ഒരു ഭൂമിയാണെങ്കിൽ അച്ഛന്റെ അവകാശികൾക്ക് പോവുള്ളൂ. ഏത് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് അവിടെ, കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അച്ഛനോ വേറെ ആർക്കും പോലും ആ കുട്ടികൾക്ക് തന്നെ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവും കിട്ടും. കുട്ടികളില്ലാത്ത സാഹചര്യങ്ങളാണ് ഈ Aയും Bയും വളരെ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിന്റെ വീട്ടുകാർ വഴി, ഭർത്താവിന്റെ പാരമ്പര്യം വഴി കിട്ടിയതാണെങ്കിൽ അതാണ് Bയിൽ പറയുന്നത്. അപ്പൊ ഭർത്താവിന്റെ ആൾക്കാർക്കായിരിക്കും കിട്ടുക. ഭർത്താവിന്റെ ഹെയർസ് ഭർത്താവ് മരിച്ചിട്ട് ഇൻഹെറിറ്റൻസ് ആ വഴി ഈ ഭാര്യയ്ക്ക് കിട്ടി. അവര് കുട്ടികൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ ഭർത്താവിന്റെ ഈ പ്രോപ്പർട്ടി ഇവർക്ക് മാത്രം കിട്ടുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ കേസിലേക്ക് വീണ്ടും വരാം. ഈ മെയിൽ മരിച്ചു, ഈ വിഡോ മാത്രമേ ഉള്ളൂ നിൽക്കാം, മക്കളില്ല, അമ്മയില്ല, ആരുമില്ല, ഈ വിഡോക്ക് മാത്രം കിട്ടി. അതാണ് ഇൻഹെറിറ്റൻസ്. അത് ഇൻഹെറിറ്റൻസ് ഈ Bയിൽ പറഞ്ഞ ഇൻഹെറിറ്റൻസ് അതാണ്. കുട്ടികളില്ല, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭർത്താവ് മരിച്ചപ്പോ കിട്ടി. അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി, ചിലപ്പോ എല്ലാവരും മരിച്ചു പോയി, ഭർത്താവിന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ആകെ ഉണ്ടായിരുന്ന ഈ ഒരു മകന്റെ ഭാര്യ മാത്രമായിരുന്നു, അങ്ങനെ അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു എങ്ങനെയെങ്കിലും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ അവരുടെ ഹെയർസിനെ പോവുള്ളൂ. ഇവരുടെ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും പോവില്ല. ഭർത്താവിന്റെ ഹെയർസ് ആരൊക്കെയാ വരുന്നു, ഭർത്താവിന്റെ ഹെയർസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഹെയർ മറ്റേ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എവിടെയാ ആൾക്കാരുള്ള അതിലേക്ക് പോകും. 1 ആരും ഇല്ലെങ്കിൽ 2 ആൾക്കാരെ നോക്കും, 2 ആരും ഇല്ലെങ്കിൽ 3 ആൾക്കാരെ നോക്കും, അങ്ങനെ പോകുന്നത്. അതാണ് Bയിൽ പറഞ്ഞത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ സ്ത്രീകളിൽ ഇത് പോകുമ്പോൾ നമ്മൾ പ്രയർ ഡീഡ്സ് ഒക്കെ അവർക്ക് എങ്ങനെ കിട്ടിയത്, ഇതിപ്പോ സെയിൽ ഡീഡോ ഗിഫ്റ്റ് ഡീഡോ ഏതെങ്കിലും ഒരു ഡീഡ് വഴി കിട്ടുകയാണെങ്കിൽ 15(1) ആണ് ആദ്യത്തെ സെക്ഷൻ വഴിയാണ് പോവുക. ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ 15(2) പോവുക. ഇത് 15(2) എന്ന് പറയുന്നത് ഇതാണ്, ഈ 3 ABC. 15(1) എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സൺ, ഡോട്ടർ, ഹസ്ബൻഡ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് നോർമലി ഡോക്യുമെന്റ് കളക്ട് ചെയ്യുന്ന ഇതൊക്കെ തന്നെ, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പും മ്യൂട്ടേഷൻസ് റെക്കോർഡ്സും ഞാൻ നേരത്തെ പറഞ്ഞത്.
പിന്നെ ഇനി അടുത്ത് വരുന്നതാണ് ക്രിസ്ത്യൻ ലോയിൽ വരുന്നതാണ്. ക്രിസ്ത്യൻ ലോ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് അപ്ലിക്കബിൾ ആവുന്നത്. ഇത് 1986 മുതൽ അതിലൊരു മേരി റോയ് കേസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് കേസായിരുന്നു കേരളത്തിൽ വന്ന. അതിൽ കൂടെയാണ് ഈ ക്രിസ്ത്യൻ ഇതിൽ തുല്യാവകാശം എന്നുള്ള ഒരു സംഭവം വന്നത്. മറ്റേത് പെണ്ണുങ്ങൾക്ക് മറ്റേ അവകാശങ്ങൾ കുറവായിരുന്നു, ആണുങ്ങൾക്ക് കൂടുതലുമായിരുന്നു. അന്ന് മറ്റേ ട്രാവങ്കൂർ ക്രിസ്ത്യൻ ആക്ട് അല്ലെങ്കിൽ കൊച്ചി ക്രിസ്ത്യൻ ആക്ട് അങ്ങനെ ഒരു ലോക്കൽ നിയമങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ ആക്ടുകൾക്ക്. അത് മാറ്റിയിട്ട് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ഇനി മുതൽ ക്രിസ്ത്യൻ കേരളത്തിലെ ക്രിസ്ത്യൻസിന് ബാധകമാകുന്നത്. ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണെന്നുള്ളത് ആ കോടതി വിധി മുഖാന്തരമാണ് വന്നത്. മേരി റോയ് കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ക്രിസ്ത്യൻ ലോയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഈക്വൽ റൈറ്റ്സ് ആണ്, വിഡോ ആയാലും വിഡോവർ ആയാലും. മറ്റോടത്തെ പോലെ അങ്ങനെ വ്യത്യസ്തത വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ രീതിയിൽ തന്നെ പഠിക്കാൻ എളുപ്പം ഇതാ. അപ്പൊ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വിഡോവർ നിർത്തുന്നുണ്ട്. അപ്പൊ ആണാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ വിഡോവിന് എടുക്കാം, അല്ലെങ്കിൽ സ്ത്രീയാണ് മരിച്ചത് വിഡോവറിന് എടുക്കാം. റിമൈനിങ് ആൾക്കാരെയാണ് പറയുന്നത്. അപ്പൊ സ്പൗസ് പ്ലസ് ചിൽഡ്രൻ, കുട്ടികൾ ഉണ്ടെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ, അവശേഷിക്കുന്ന ആള് മരിച്ചപ്പോ ഭർത്താവ് മരിച്ചപ്പോ ഭാര്യ ഉണ്ട് കുട്ടികളും ഉണ്ട് എന്നുള്ള ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്പൗസിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഷെയർ 1/3 ആയിരിക്കും പ്രോപ്പർട്ടിയുടെ, ബാക്കി 2/3 ഷെയർഡ് ഈക്വലി ബൈ ചിൽഡ്രൻ. അപ്പൊ ഭാര്യയും മക്കളും, അപ്പൊ ഭർത്താവ് മരിച്ചു, അപ്പൊ ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ 1/3 ഭാര്യയുടെ പേരിലും 2/3 കുട്ടികൾ വന്നിട്ട് അവരെത്ര കുട്ടികളുണ്ടോ അവർ ആ 2/3 ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റും അവർക്ക്. വളരെ ക്ലിയർ ആണ് ഇവിടെ. വേറെ ആർക്കും പോകില്ല, അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇവിടെ റൈറ്റ്സ് വരുന്നില്ല കുട്ടികൾ ഉണ്ടെങ്കിൽ. ഇനി അടുത്തൊരു സെഗ്മെന്റ് വരുന്നത് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും ഉണ്ട്, കുട്ടികളില്ല എന്ന് വെക്കാം. കുട്ടികളില്ലെങ്കിൽ കിൻഡ്രെഡ്സ് എന്ന് പറയും, അതായത് ബ്ലഡ് റിലേറ്റീവ്സ്, അതാണ് അച്ഛൻ ബ്രദർ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ. അപ്പൊ ഭർത്താവാണ് മരിച്ചത്, ആ ഭർത്താവിന്റെ അച്ഛനും കൂടെ അവകാശം പോകും. കുട്ടികളില്ലാത്ത സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ ആയിരുന്നാലും സെയിം പൊസിഷൻ ആണ് ഇവിടെ. അതുകൊണ്ടാണ് ഒരൊറ്റ ടേബിളിൽ നിൽക്കുന്നത്. നമുക്ക് ഹിന്ദുവിലോ ഓലോയില് പറഞ്ഞ മാതിരി ഭാര്യ ഭർത്താവ് മരിക്കുമ്പോൾ ഇങ്ങനെ, ഭർത്താവ് മരിക്കുമ്പോൾ ഇങ്ങനെ, അങ്ങനെ വ്യത്യാസം ഇവിടെ ഇല്ല. ഈക്വൽ റൈറ്റ്സ് ആണ് ഇവർക്ക്. അപ്പൊ ഇപ്പൊ ഭർത്താവ് മരിച്ചു, അപ്പൊ ഭാര്യ, കുട്ടികളില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ അച്ഛനും കൂടെ അവകാശം പോകും. അച്ഛനുണ്ടെങ്കിൽ, അച്ഛനില്ലെങ്കിൽ ബ്രദേഴ്സിന് അവകാശം പോകും. അതാണ് കിൻഡ്രെഡ്സ് എന്ന് പറയുന്നത്. ബ്ലഡ് റിലേറ്റീവ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാഫ് ആയിട്ട് പോകും. ഹാഫ് സ്പൗസിനും കിട്ടും, ഹാഫ് മറ്റേ അച്ഛനും പോകും ഈ ഇവരുടെ ഇതിൽ. ഇത് കുട്ടികളില്ലാത്ത സിറ്റുവേഷനിലാണ് പറയുന്നത്. പിന്നെ വിഡോ മാത്രമേ ഉള്ളൂ എന്നൊക്കെ, അല്ലെങ്കിൽ വിഡോവർ, ഭാര്യ മരിച്ച് ഭർത്താവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ഭാര്യ മാത്രമേ ഉള്ളൂ, ഈ അച്ഛനോ അമ്മയും ഇല്ല നിൽക്കുക. അപ്പൊ അവർക്ക് എൻറ്റയർ എസ്റ്റേറ്റ് മൊത്തം വസ്തു ഇവരുടെ പേരിൽ കിട്ടും. ആരാണോ അവശേഷിക്കുന്നത്, ഭാര്യയോ ഭർത്താവോ, അവർക്ക് മാത്രമായിട്ട് കിട്ടും. ഇനി കുട്ടികൾ മാത്രമാണ് നിൽക്കുക, കുട്ടികൾ മാത്രം, ലീനിയൽ ഡിസെൻഡൻസ് ഓൺലി, അതായത് കിൻഡ്രെഡ്സ് ഇല്ല, ഭാര്യ ഇല്ല, ഭർത്താവ് ഇല്ല, അപ്പൊ സ്പൗസ് കൂടി ഇല്ലല്ലോ. അപ്പൊ എൻറ്റയർ എസ്റ്റേറ്റ് ഷെയർഡ് ഈക്വലി അമംഗ് ചിൽഡ്രൻ. അപ്പൊ ഇവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റവർക്ക് പിന്നെ പോകില്ല, അച്ഛനൊന്നും പോകില്ല. കുട്ടികളില്ലെങ്കിലാണ് മറ്റവർക്ക് അവകാശം പോകുള്ളൂ. അച്ഛൻ ഉണ്ടായാലും കിട്ടില്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. കുട്ടികൾ ഉണ്ടെങ്കിൽ, അതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്, ലീനിയൽ ഡിസെൻഡൻസ് എക്സ്ക്ലൂഡ് കിൻഡ്രെഡ്സ്. റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്, അത് പ്രകാരമാണ്. അപ്പൊ ഈ കുട്ടികള് അച്ഛനമ്മമാരെ ഒഴിവാക്കും. കുട്ടികൾ ഉണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അച്ഛന് അവകാശം പോകില്ല. അപ്പൊ ഇവിടെ കുട്ടികൾ മാത്രമായി കഴിഞ്ഞാൽ അവർക്ക് മാത്രം എടുക്കാൻ പറ്റും. കുട്ടികളും അച്ഛനും, കുട്ടികളും അവരുടെ മരിച്ച ആളുടെ ഭാര്യയും അമ്മയും മക്കളും ആണെങ്കിൽ അപ്പോഴും ഈ അച്ചാച്ചൻ അല്ലെങ്കിൽ മരിച്ച ആളുടെ അച്ഛന് പോവില്ല. അപ്പൊ അതാണ് കിൻഡ്രെഡ്സിനെ ഒഴിവാക്കുന്നത്. ഇനി കിൻഡ്രെഡ്സ് മാത്രം ഉള്ളെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ കുട്ടികളും ഇല്ല, അല്ലെങ്കിൽ മകൻ മരിച്ചു, ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ അച്ഛനും അമ്മയ്ക്ക്, അച്ഛനാണ് കിട്ടുക. കിൻഡ്രെഡ്സിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കി ഞാൻ അടുത്ത ഇതിൽ പറയാം. ഇതാണ് കിൻഡ്രെഡ്സിന്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആള് വരുന്നത് അച്ഛനാണ്. അപ്പൊ ക്രിസ്ത്യൻ ഇതില് ഈ ആദ്യത്തെ ലെവൽ കഴിഞ്ഞാല് പിന്നത്തെ വരുന്നത് ഫാദറിനാണ്. ഫാദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബാക്കി ഈ ഫാദർ, ഈ മറ്റേ മദർ ബ്രദർ ഇവർക്കൊന്നും ഉണ്ടാവില്ല. ആള് മരിച്ചു കഴിഞ്ഞാലാണ് ഈ മദറിനും ബ്രദറിനും ഇവർക്കൊക്കെ കിട്ടുക. അവർക്കൊക്കെ ഈക്വൽ ഷെയർ ആണ്. ഇപ്പം അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു എന്ന് വിചാരിക്കാം.
അച്ഛന് മരിച്ചു കഴിഞ്ഞാല് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ, ബ്രദർ, സിസ്റ്റർ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ ഷെയർ ഈക്വൽ ആയിട്ട് കിട്ടും. അങ്ങനെ ഇപ്പൊ ഈ കിൻഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി വരാം. ഇപ്പൊ കുട്ടികളില്ലാത്ത സാഹചര്യത്തിൽ മരിച്ചു, അപ്പോ നോ ചിൽഡ്രൻ, ഈ രണ്ടാമത്തെ സാഹചര്യം നോക്കുക. ഇപ്പൊ മകൻ മരിച്ചു, അപ്പൊ അവരുടെ ഭാര്യയുണ്ട്, കുട്ടികളില്ലാത്ത സാഹചര്യമാണ്. ഹാഫ് ആർക്കാ പോകുന്നത്? ആ ഭാര്യക്ക് കിട്ടി. മറ്റേ ഹാഫ് ആർക്കാ? ഈ കിൻഡ്രഡിനെ പറഞ്ഞിട്ടുള്ളൂ. ഈ കിൻഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ മരിച്ചു എന്ന് വിചാരിക്കാം. ഈ മരിച്ച മകന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, അമ്മയും സഹോദരങ്ങളും ഉണ്ട്. ഈ ഹാഫ്, ബാക്കി ഹാഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് വിടും. അമ്മയ്ക്കും മറ്റേ ബ്രദറോ സിസ്റ്ററോ ഒക്കെ അവരെല്ലാവരും കൂടെ ഈക്വൽ ആയിട്ട് ആ ബാക്കി ഹാഫിനെ അവര് വീതിച്ചെടുക്കും. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടകരമായ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് നമ്മള് ഒരാള് അധ്വാനിച്ച് അയാള് ഒരു 50 സെന്റ് സ്ഥലം വാങ്ങിച്ചു, അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ അയാളെ ഭാര്യയുണ്ട്, ഭാര്യ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഭാര്യയ്ക്ക് അതിൽ 25 സെന്റേ കിട്ടുള്ളൂ. ബാക്കി 25 അയാളെ അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛന് പോകും, അച്ഛനില്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പോകും, അല്ലെങ്കിൽ അമ്മയും സഹോദരനും ഉണ്ടെങ്കിൽ അമ്മയും സഹോദരങ്ങൾക്ക് ഈക്വൽ ആയിട്ട് പോകും ബാക്കി 25 സെന്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈക്വൽ ഇതല്ല. ശരിക്കും അത് ഭാര്യയ്ക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഒരു ഷെയർ ഒക്കെ കൊടുക്കുന്നതാണ്, കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. പിന്നെ അടുത്ത ഇവര് ആരും ഇല്ലെങ്കിലാണ് നെഫ്യൂ അല്ലെങ്കിൽ നീസസിനൊക്കെ പോവുക. ഈ ബ്രദേഴ്സിന്റെ കുട്ടികൾക്കൊക്കെ പോകും. അടുത്ത ലെവല്, മൂന്നാമത്തെ ലെവലിലേക്ക് പോകും. മരിച്ച ആൾക്ക് ബ്രദറോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ അടുത്ത ലെവലിലേക്കും പോകും. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയില്ല, കുറച്ചും കൂടി സിമ്പിൾ ആണ് ക്രിസ്ത്യൻസിന്റെ. ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടോ? അത് കഴിഞ്ഞ് മുസ്ലിംസിലേക്ക് പോവാണോ? ഇതിലൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു സ്വന്തമായി ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി ക്രിസ്ത്യൻ വെച്ച് സ്വന്തമായി ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി മാത്രമാണ് വരുന്നത്, അതോ ഈ ഇൻഹെറിറ്റൻസും ഇതിന്റെ അകത്ത്? പറയില്ല, അവർ ഇൻഹെറിറ്റൻസും സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. മരിക്കുന്ന സമയത്ത് അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടി, അത്രേ ഉള്ളൂ ഇതിന്റെ അകത്ത്. ഇൻഹെറിറ്റൻസിന് ഇവിടെ പ്രസക്തി ഇല്ല. ഓക്കെ, ഇൻഹെറിറ്റൻസ് ആകാം, സ്വന്തമായി ഓൺ ചെയ്തതാകാം. അതെ അതെ അതെ, അത് മറ്റേ ഹിന്ദുവിലാണ് ആ ഇൻഹെറിറ്റൻസിന്റെ ഒരു പ്രത്യേകത പറയുന്നുള്ളൂ. ഓക്കെ, വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബാധകമാവോ? വില്ല് പ്രകാരമല്ലേ പോകുള്ളൂ. ഇത് വില്ലില്ലാതെ മരിച്ചാലല്ലേ? അതെ, നമ്മൾ ഇത് വിൽപത്രത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് നമ്മള് മറ്റേ ഇൻഡസ്റ്റേറ്റ് സക്സഷൻ, അതായത് വിൽപത്രം ഇല്ലാതെ മരിക്കുമ്പോഴത്തെ കഥയാണ് നമ്മളിപ്പോ 3 വിഭാഗത്തിന്റെ പറയുന്നത് കേട്ടോ. ഓക്കെ, തുടക്കത്തിൽ കയറാതെ മിസ്സായത് പോയി. വിൽപത്രം ഇല്ലാത്ത കേസാണ്. നമ്മൾ ആദ്യം ഹിന്ദുക്കളെ പറഞ്ഞതും വിൽപത്രം ഇല്ലാത്ത കേസുകളെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻസിന്റെ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് പറഞ്ഞത്, അതും വിൽപത്രം എഴുതി വെക്കാതെ മരിക്കുന്നത്. ഇൻഡസ്റ്റേറ്റ് സക്സഷൻ എന്നാണ് അതിന് പറയുന്നത്. എഴുതി വെക്കാതെ, ഒന്നും എഴുതി വെക്കാതെ മരിച്ചു പോകുന്ന, ഇൻഹെറിറ്റ് ചെയ്ത് വരികയാണ്. അത് മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മുസ്ലിംസിന് പറയാൻ പോകുന്നതും അത് തന്നെയാണ് കേട്ടോ. ക്ലിയർ ആയോ? ഇത് വല്ല ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇത് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ ഈ ഇൻഹെറിറ്റൻസ് ആണ് കുറച്ചും കൂടെ സിമ്പിൾ. കാരണം എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും വേർതിരിച്ചുള്ള പരിപാടികളൊന്നും ഇല്ല ഇവിടെ. ഇത്രയേ ഉള്ളൂ. കുട്ടികളാണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡിസൈഡിങ് ഫാക്ടർ ഇതിൽ വ്യത്യാസം വരുന്നത്. കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാര്യയും കുട്ടിയാണോ ഭർത്താവും കുട്ടിയാണോ അവശേഷിക്കുന്ന അവര് മൊത്തം 1/3 2/3 ആയിട്ട് എല്ലാതും അവർക്ക് കിട്ടും. അതായത് ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ ഡിസെൻഡൻസ് എക്സ്ക്ലൂഡ് കിൻഡ്രഡ്സ് എന്ന് പറയുന്നത് അതാ. അതായത് അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും അവകാശമില്ല. ഒറ്റ കുട്ടി ഉണ്ടായാൽ മതി. കുട്ടിയും ഇപ്പം മരിച്ച ആൾക്ക് ഭാര്യയും ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്കും കുട്ടിക്കും മാത്രമായിട്ട് മൊത്തം കിട്ടും. അതിൽ ഭാര്യയ്ക്ക് 1/3 2/3 കുട്ടികൾക്ക് വേണമെന്ന് മാത്രം ആ കുട്ടിക്കും കിട്ടും. അപ്പൊ പിന്നെ ബാക്കി അച്ഛനോ വേറെ കിൻഡ്രഡ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് പോവില്ല. കിൻഡ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് 2 എന്ന് കൂട്ടിയാൽ മതി. നമ്മൾ ഹിന്ദുക്കളിൽ പറഞ്ഞല്ലോ ക്ലാസ് 1 ക്ലാസ് 2, അത് ഇത് ക്ലാസ് 2 ആണ് ഈ കിൻഡ്രഡ് എന്ന് പറയുന്നത്. പക്ഷെ ഭാര്യയ്ക്ക് ഹാഫ് കിട്ടുള്ളൂ. മറ്റേ കിൻഡ്രഡിന് ആരൊക്കെയാണ് അതിൽ അവകാശികൾ അവർക്ക് ഹാഫ് പോകും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഹിന്ദു ആക്ട് പ്രകാരം എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണെങ്കിൽ, ക്രിസ്ത്യൻ ആക്ട് പ്രകാരം ആണെങ്കിൽ ഭാര്യയ്ക്കാണ്. അതെ അതെ, അത് സ്പെസിഫിക് ആണ്. 1/3 2/3 എന്നുള്ള കാറ്റഗറൈസേഷൻ ഹിന്ദുവിൽ അതില്ല, മക്കൾക്കും കൂടി ഉണ്ടാവുള്ളൂ. അതെ അതെ, ഹിന്ദുക്കളിൽ അങ്ങനെയല്ല, ഈക്വൽ ആയിട്ടാണ്. എത്ര ആളുണ്ടോ അവർക്കൊക്കെ ഭാര്യ മക്കളൊക്കെ ഈക്വൽ ആയിട്ട് എടുക്കും. അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. ഇവിടെ അങ്ങനെയല്ല, ഭാര്യയ്ക്ക് 1/3 മറ്റേത് 2/3. കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഹാഫ് കിട്ടും, പക്ഷെ മറ്റേ ഹാഫ്
ഇവരുടെ അച്ഛനുണ്ടെങ്കിൽ അച്ഛന് പോവും, അല്ലെങ്കിൽ ബ്രദർ, അമ്മ, അവർക്കൊക്കെ പോവും. അതാണ് കുട്ടികൾ ഇല്ലാണ്ടായാലും ഉള്ള കുഴപ്പം അവർക്ക്. കണ്ടിന്യൂ ചെയ്യാം. അടുത്തേക്ക് പോവാം. മുസ്ലിം ഇന്റർസ്റ്റേറ്റ് സക്സഷൻ, ഇതിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ്. നമുക്കത് ഒന്ന് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ഒക്കെ പോവാം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവുള്ളൂ. ചെറിയ എക്സാമ്പിൾസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിക്സഡ് ഷെയർസ് ആണ്. അതായത് ഒരാൾക്ക് ഇപ്പൊ ഇതിൽ 3 തരം വിഭാഗങ്ങളാണ് വരുന്നത്. ഖുറാനിക് ഷെയർസ് അല്ലെങ്കിൽ ഷെയറേഴ്സ് എന്ന് പറയും. പിന്നെ മറ്റേ റെസിഡ്യൂറി എന്ന് പറയും. ബാലൻസ് ഈ ആദ്യത്തെ ഷെയറേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് അടുത്ത ലെവലിലേക്ക് പോകും, അവിടെ ഡിവൈഡ് ചെയ്യും. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഖുറാനിക് ഷെയർസിൽ പറയുന്നവർക്കൊക്കെ ഓരോ സ്പെസിഫിക് ഷെയർ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 1/3 എന്നൊക്കെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് അടുത്ത ആളിലേക്ക് പോകും. അങ്ങനെ സ്പെസിഫിക്കലി ഒരു ഫിക്സഡ് ഷെയർസ് ആണ്. ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങനെ അങ്ങനെ പറയുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകത വെച്ചാൽ മറ്റേ വിൽപത്രം എഴുതുന്നതിൽ പറഞ്ഞല്ലോ ഒരു 1/3, അത് നേരത്തെ നമ്മൾ സംസാരിച്ചു, അത് കാണിച്ചു ഞാൻ അതിൻ്റെ അകത്ത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇതിൽ ഇങ്ങനെ 3 തരം ആളുകളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമ്മൾ മെയിൻലി ഇവിടെ കൂടുതലും സുന്നി സുന്നി സ്കൂൾ ഓഫ് ലോ, പേഴ്സണൽ ലോ ആണ് ഇവിടെ പ്രാക്ടിക്കലി വരുന്ന. ചില ഏരിയകളിൽ വ്യത്യാസങ്ങളുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഷിയ ലോ അത് വേറെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരു സുന്നി ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ഏരിയയിലൊക്കെ പലതും കൂടുതലും ഇത് വെച്ചിട്ടാണ് കാണാറ്. അപ്പൊ ഇവിടെ 3 തരത്തിലാണ് വരിക. ഒന്ന് ഈ ഷെയറേഴ്സ് അല്ലെങ്കിൽ ഖുറാനിക് ഷെയറേഴ്സ്, ഇത് 2 പേരും പറയാറുണ്ട്. ഖുറാനിക് ഷെയർസ് അല്ലെങ്കിൽ ഷെയറേഴ്സ്, ഇതാണ് ക്ലാസ് 1 വരിക. ഇതിൽ ആരൊക്കെ വരുന്നതെന്ന് ഞാനൊരു ടേബിൾ കാണിച്ചുതരാം. അപ്പൊ ആദ്യം ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഈ ഭാര്യയ്ക്കാണെങ്കിൽ ഇത്ര, ഭർത്താവിനാണെങ്കിൽ ഇത്ര, അച്ഛനാണെങ്കിൽ ഇത്ര, അമ്മയ്ക്ക് ഇത്ര, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1/3, 2/3, 1/6 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആ സ്പെസിഫിക് ആയിട്ടുള്ള ഡിവിഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സംഭവം ഉണ്ടല്ലോ, റിസൈഡ്യൂറി എന്ന് പറയുന്നത്, ആ വാക്ക് പറയുന്ന പോലെ റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്, അവശേഷിക്കുന്നത് എന്നുള്ളൊരു അർത്ഥമാണ്. അവശേഷിക്കുന്നത് ഈ ഖുറാനിക് ഷെയർസിന്റെ സ്പെസിഫിക്കലി ഫിക്സഡ് ഷെയർസ് കഴിച്ചിട്ട് പിന്നെയും അതിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ ഈ റിസൈഡ്യൂറിയിൽ ഉള്ള ആളുകൾക്ക് കൊടുക്കും. ഇനി അവിടെയും ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഡിസ്റ്റന്റ് കിൻഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്മാവന്മാര് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, രക്തബന്ധങ്ങളിലേക്ക് തന്നെ അടുത്ത ലെവലിലേക്കൊക്കെ പോവുള്ളൂ. അത് അപൂർവമായിരിക്കും, അങ്ങനെ അതിലേക്ക് പോകാറില്ല. ഈ 2 എണ്ണം എന്തായാലും ഉണ്ടായിരിക്കും ഇവരുടെ. കാരണം ഈ റിസൈഡ്യൂറി എന്ന് പറയുന്നത് മകൻ റിസൈഡ്യൂറിയിലാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയറേഴ്സും ഈ റിസൈഡ്യൂറിയും എന്തായാലും വരും ഇതിൻ്റെ അകത്ത്. ഇനി ക്ലാസ് നമുക്ക് ഇതിന്റെ ഒരു ടേബിൾ വഴി നമുക്ക് നോക്കാം. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ ഖുറാനിക് ഷെയർസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞു ആദ്യം ഈ ഖുറാനിക് ഷെയർ ഇതിൽ പറയുന്ന 1ാമത്തെ കാറ്റഗറിയിൽ പറയുന്ന ആളുകളാണ് ഈ പറയുന്ന ഈ ടേബിളിന്റെ അകത്തുള്ളത്. ഇതിൽ കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ ഇവിടെ ഈ ഷെയർ എന്ന് പറഞ്ഞ 1/4, 1/2 എന്നൊക്കെ പറയണ്ടല്ലോ. ചിലപ്പോ ഈ സാധനങ്ങൾ എടുത്താൽ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്കിപ്പോ ഒരു 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഇതിലത്തെ അവശേഷിക്കുന്ന ആളിപ്പോ ഒരു ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ ഒരു കുട്ടിയാ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോ അവർക്ക് 10 സെന്റിൽ ചിലപ്പോൾ ഇവരെ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ 8 സെന്റ് ഇവർക്ക് 2 കിട്ടുള്ളൂ, 2 സെന്റ് ബാക്കി വരും. കാരണം ഇത് ഫുള്ള് നമ്മള് ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞ മാതിരി 1/3, 2/3 അവിടെ ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ മൊത്തം കൂടെ കഴിഞ്ഞു, അവർക്ക് തന്നെ കിട്ടി, അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടി, അവിടെ തീർന്നു അവിടെ പ്രോപ്പർട്ടി. ഇവിടെ തീരില്ല, ഇവർക്ക് ഇത്രയാണ് കൊടുക്കുള്ളൂ, 1/8, 1/4 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരും. ആ ബാലൻസ് ആണ് റിസൈഡ്യൂറി എന്ന് പറയുന്നത്. അപ്പൊ അത് റിസൈഡ്യൂറീസിൽ വരുന്ന ആളുകൾ അടുത്ത ആൾക്കാർ ആരാണ്? അത് അവിടെ ഇപ്പൊ അച്ഛൻ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ മകൻ ഉണ്ടെങ്കിൽ മകന് കിട്ടും, അല്ലെങ്കിൽ അച്ഛൻ വരും, അപ്പൊ അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവർക്ക് ബാക്കിയുള്ളത് അവിടെ കിട്ടും. അതാണ് അവിടുത്തെ ഒരു രീതി വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഖുറാനിക് ഷെയർസിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇതിൽ ഇനിയും കുറച്ചാളുകൂടിയും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ മേജർ അതിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കുറേ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ നോർമലി വരുന്ന ആളുകൾ ഒക്കെ ഇതിൽ കവർ ചെയ്ത് പോകുന്നു. അപ്പൊ ഇത് പോകുമ്പം നമുക്ക് നോക്കാം, ഹസ്ബൻഡ് ഉണ്ട്, വൈഫും ഉണ്ട്. അപ്പൊ ഭാര്യയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ ഹസ്ബൻഡിന്റെ കണക്കാണ് വരിക, വൈഫ് അവിടെ വരില്ല. അപ്പൊ ഹസ്ബൻഡ് വരും. ആ ഹസ്ബൻഡ് എടുക്കുകയാണെങ്കിൽ ഇഫ് ദേർ ആർ ചിൽഡ്രൻ,
ചിൽഡ്രനെയാണ് ഈ ലീനിയർ ഡിസെൻഡൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലൈനിലുള്ള ആളുകൾ ആണ് ലീനിയർ. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു മകനാവാം, അല്ലെങ്കിൽ മകന്റെ മകനാവും. മകൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ലൈനിൽ വരുന്നത് മകന്റെ മകനാണല്ലോ. മരിച്ച കുട്ടികളുടെ ആ ലൈനൊക്കെ പെടും. അതാണ് ഈ ചിൽഡ്രൻ മാത്രം പറയാതെ ലീനിയർ ഡിസെൻഡൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഡിസെൻഡ് ചെയ്ത് പോകുന്ന ആ ലൈനിൽ ഡിസെൻഡ് ചെയ്ത് പോകുന്നു. മകൻ മരിച്ചോ അപ്പൊ അയാളുടെ മകൻ, അവർക്കൊക്കെ അങ്ങനെ അവകാശം വരും. അപ്പൊ ഹസ്ബൻഡ്, അങ്ങനെ ഒരു കണ്ടീഷനാണ് രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത്. അപ്പൊ ഹസ്ബൻഡ്, ഇപ്പം ഭാര്യ മരിക്കുകയാണെങ്കിലാണ് ഇവിടെ ഖുറാനിക് ഷെയർ ഹസ്ബൻഡ് ആയിരിക്കും കേട്ടോ, അങ്ങനെ എടുക്കണം. അപ്പൊ ഹസ്ബൻഡും കുട്ടികളില്ല എന്ന് പറയുക. ഇഫ് ദർ ആർ ചിൽഡ്രൻ, ആദ്യത്തെ കണ്ടീഷൻ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇയാൾക്ക് 1/4 ആണ് കിട്ടുക. അതേ സമയത്ത് രണ്ടാമത്തെ കണ്ടീഷൻ നോ ചിൽഡ്രൻ ആണെങ്കിൽ ഹാഫ് കിട്ടും, അയാൾക്ക് കൂടുതൽ കിട്ടും, ഷെയർ പകുതി കിട്ടും. അപ്പൊ ബാക്കി പകുതി എന്നുള്ളത് ഇനി പറയുന്ന ആളുകൾക്കാണ് വരിക. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഹസ്ബൻഡിന് ഹാഫ് കിട്ടി. ഇനി ഭർത്താവാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ വൈഫിന്റെ കേസാണല്ലോ വരിക. ഇവർക്ക് വൈഫും ഇവർക്ക് ലീഗലി തന്നെ കൂടുതൽ വൈഫും ഒന്നിൽ കൂടുതൽ ഭാര്യമാരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഷെയർഡ് എമംഗ് ഓൾ വൈഫ്സ് ആണ്. ആ ഒരു ഷെയർ വൈഫിന് വരുന്ന ഷെയറിന് കൂടുതൽ വൈഫ് ഭാര്യമാരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ നമ്മൾ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ ഒരു വൈഫിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ 2 വൈഫ് ഉണ്ടെങ്കിൽ ആ ഒരു വൈഫിന് കിട്ടുന്ന 2 ആൾ ഈക്വലായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു വൈഫ് എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മതിയാവും. ഇപ്പം ഇഫ് ദർ ആർ ചിൽഡ്രൻ, ആദ്യത്തെ കണ്ടീഷൻ കുട്ടികൾ ഉണ്ടെങ്കിൽ 1/8 ആണ് കിട്ടുക. ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വസ്തുവിന്റെ 1/8 ഷെയർ ആണ് ഭാര്യക്ക് കിട്ടുക. ഭർത്താവാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യക്ക് 1/8 കിട്ടും. എങ്ങനെ? കുട്ടികൾ ഉണ്ടെങ്കിൽ. പിന്നെ ഇനി കുട്ടികളില്ലെങ്കിൽ അവർക്ക് ഷെയർ കൂടിയും കുറച്ച് 1/4 കിട്ടും. 4/1 കിട്ടും. മറ്റേ 8/1 കിട്ടുള്ളൂ, ഇത് 4/1 കിട്ടും കുട്ടികൾ ഇല്ലെങ്കിൽ. പിന്നെ ഇനി കുട്ടികൾ, ഡോട്ടർ, മകൾ ഉണ്ടെങ്കിൽ ആ മകൾക്ക് ഇപ്പൊ സൺസ്, നോ സൺസ് എന്ന് ഞാൻ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. കാരണം വെച്ചാല് ഈ മകൻ വന്നു കഴിഞ്ഞാല് ഈ ഡോട്ടർ എന്ന് പറയുന്ന ഈ മകളും കൂടെ റിസൈഡ്യൂറിയിലേക്ക് മാറും. ഇപ്പൊ മകൻ ഇല്ലെങ്കിൽ മാത്രമേ ഡോട്ടർ റിസൈഡ്യൂർ ഈ ഷെയർ എയറിൽ കിടക്കുള്ളൂ. അപ്പൊ നമ്മള് ഇത് കാണുമ്പോഴാണ് നമ്മൾ മുമ്പ് കുറച്ച് മറ്റേ ഷുക്കൂർ വക്കീലൊക്കെ കുറച്ച് മറ്റേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല. ആള് പോയിട്ട് കല്യാണം കഴിച്ചിട്ട് മറ്റേ രജിസ്റ്റേർഡ് വിവാഹം കഴിച്ചു, കാരണം ആൾക്ക് 3 പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്ക് ഈ ഇൻഹെറിറ്റൻസ് ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ട്. അതിപ്പോ നമുക്ക് മനസ്സിലാവും ഇത് പറയുമ്പോൾ. കാരണം പെൺകുട്ടികൾ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവര് പെൺകുട്ടികളുടെ സ്ഥാനം ഷെയറേഴ്സിലാണ്. ഷെയറേഴ്സിൽ വന്നു കഴിഞ്ഞാലത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, കൃത്യമായിട്ട് ഒരു ഫിക്സഡ് ഷെയർസ് ആണ്. 1/2, 2/3 എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് പറയാം, ഒരു വൈഫും കുട്ടിയും മകളും മാത്രമേ ഉള്ളൂ മരിച്ച ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ, വൈഫിന് കുട്ടികൾ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് പറയുന്നത്? 1/4 ആണ്. 1/2 ഒരു മകൾ ഉണ്ടെങ്കിൽ 1/2 കിട്ടി. ഇഫ് ഓൺലി 1 ചൈൽഡ് 1/2 കിട്ടി. അപ്പൊ ഇവിടെ മുഴുവനായോ? ഇല്ല. അപ്പൊ ബാക്കി അടുത്ത ആളിലേക്ക് പോവുകയാണ്. അതാണ് ഇവിടെ കുഴപ്പം. ഹാഫ് കിട്ടുന്നില്ല. മകൾക്ക് ഹാഫ് കിട്ടി, ബാക്കി 1/4 ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു 1/4 അവിടെ ബാക്കി വന്നു അവിടെ ഓൾറെഡി. അപ്പൊ അത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇനിയും എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് അവരങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തത്. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ മകൻ ഇവിടെ ഇല്ലെങ്കിൽ മാത്രമാണ് മകള് ഇവിടെ ഖുറാനിക് ഷെയറിൽ സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ റിസൈഡ്യൂറിലേക്ക് മാറും മകൻ ഉണ്ടെങ്കിൽ. അത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ റിസൈഡ്യൂറിലെ സിസ്റ്റം എന്താ വെച്ചാൽ ഈ ഖുറാനിക് ഷെയറിലെ ഇങ്ങനത്തെ ഷെയർ 1/6, 1/2 എന്നൊക്കെ പറയുന്ന ഷെയർ എടുത്ത് ബാക്കിയുള്ളത് എല്ലാം കൂടെ അവിടെ തീരുമാനമാവും. റിസൈഡ്യൂറിലുള്ളവർക്ക് വിഭജിക്കാൻ പറ്റും. അതാണ്. പിന്നെ വേറെ എവിടേക്കും പോകില്ല. അപ്പൊ മകന് അങ്ങനെ കൊടുക്കുന്നതിന്റെ കാരണം മകൻ അവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മകന് കിട്ടുക എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ ഇവിടെ ഫാദർ, പിന്നെ ഫാദർ ഈ ഫാദറിന് ഡബിൾ റോൾ ഉണ്ട് ശരിക്കും. അതായത് കുട്ടികൾ, ചിൽഡ്രൻ എക്സിസ്റ്റ് 1/6 കിട്ടും. കുട്ടികൾ ഉണ്ടെങ്കിൽ ആൾക്ക് ഫാദറിന് ഇവിടെ കിട്ടും. കുട്ടികൾ ഇല്ലെങ്കിൽ ആൾക്ക് ഡ്യുവൽ റോൾ ആണ്. അതായത് ഇങ്ങൊരു നേരെ റിസൈഡ്യൂറിൽ പിന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ഈ ഫാദറിനാണ്. അപ്പൊ ഇവിടുത്തെ 1/6 കിട്ടും. ഇതൊക്കെ കഴിച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ റിസൈഡ്യൂറിലേക്ക് പോകുന്നു പറഞ്ഞല്ലോ.
അപ്പൊ ആ റിസൈഡറിയിലുള്ള ആളെ അവകാശം ഈ പുള്ളിക്ക് തന്നെ കിട്ടും, ഫാദറിന് തന്നെ കിട്ടും. അപ്പൊ ഫാദറിന് കൂടുതൽ കിട്ടും. അതിന് ഡ്യുവൽ റോൾ ഉണ്ടെന്ന് പറയുന്നത്. അത് മക്കളുണ്ടെങ്കിൽ ഷെയർ ഹോൾഡ് ഇവിടെ മാത്രം വരും. ഒരു ആൺകുട്ടി കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അവിടുത്തെ കിട്ടില്ല, ആൺകുട്ടിക്ക് ബാക്കിയുള്ളതൊക്കെ അവിടെ ആൺകുട്ടിക്ക് കിട്ടും, ഈ റിസൈഡ്യൂറിയിൽ കിട്ടും. അതേസമയത്ത് ആൺകുട്ടി ഇല്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാ. ഇപ്പൊ ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് വന്നു. ബാലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഫാദറിന് റിസൈഡ്യൂറിയിലേക്ക് ഉള്ള സ്ഥാനം ഫാദറാണ് എടുക്കുക ബാക്കിയുള്ളത്. ഇനി മദർ റിസൈഡ്യൂറിയിൽ പോലെ ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 1/6 കിട്ടും. ഇനി കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഷെയർ അവർക്ക് കൂടുതൽ കിട്ടും, 1/3 കിട്ടും. അല്ലാണ്ട് റിസൈഡ്യൂറിയിലേക്ക് ഒന്നും പോകില്ല, ഷെയറേഴ്സിലേക്ക് തന്നെ ഫിക്സഡ് ഷെയർ തന്നെയാണ് മദറിനുള്ളൂ മരിച്ച ആളുടെ. ഇങ്ങനെയാണ് ഖുറാനിക് ഷെയർസിന്റെ സിസ്റ്റം എടുക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഒരു 1-2 കേസ് നമുക്ക് എടുക്കാം, ഡിഫറെന്റ് സിനാരിയോയിൽ. ഒരു 3 എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിക്കുമ്പോൾ നമുക്കിത് ക്ലിയർ ആവും. അപ്പൊ ഇനി റിസൈഡ്യൂറിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഷെയർസ് റിസീവ് എനി പ്രോപ്പർട്ടി റിമൈനിങ് ആഫ്റ്റർ ഖുറാനിക് ഷെയർ. നമുക്ക് ഖുറാനിക് ഷെയർ ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഷെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 സെന്റ് ഇതിൽ ബാക്കി വരികയാണ്, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം റുപ്യ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇവര് ഇവിടെ എടുക്കും. അപ്പൊ അതിന്റെ പോർഷൻ ആരൊക്കെ ഇതിൽ ആയിട്ടുണ്ടോ അവർക്ക് എടുക്കാൻ പറ്റും. ഇതില് സൺസ് അല്ലെങ്കിൽ ഫുൾ ബ്രദേഴ്സ്, ഫാദർ, ഇവർക്കൊക്കെ ഇതിന്റെ അകത്താണ് വരിക. ഈ പറഞ്ഞ റിസൈഡ്യൂറിയിലാണ് ഇവരൊക്കെയാണ് വരുന്നത്. ഇനി കോ ഇൻഹെറിറ്റൻസ് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ മകള് നേരത്തെ ഓൾറെഡി ഷെയറിലാണല്ലോ എടുക്കുന്നത്, ഇവിടെയാണല്ലോ എടുക്കുന്നത് മകള്. ആ മകളുടെ കൂടെ മകനും ഉണ്ട്, ആണും പെണ്ണും മക്കളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മകള് ഇവിടുന്ന് പുറത്തേക്ക് ചാടും, ഇതിലുണ്ടാവില്ല. ഖുറാനിക് ഷെയറിൽ ഇവർക്ക് കിട്ടുന്ന ഫിക്സഡ് ഷെയർ ഉണ്ടായിരിക്കില്ല, മറിച്ച് അവർക്ക് റിസൈഡ്യൂറിയിലേക്ക് വന്നിട്ട് റിസൈഡ്യൂറിയിൽ ബാക്കി വരുന്നത് എത്രയാണോ അതിനെ 2:1 റേഷ്യോയിൽ എടുക്കും. അതായത് മകന് 2, മകൾക്ക് 1 എന്നുള്ള 2:1 റേഷ്യോ ആണ് അവർക്ക് കിട്ടുക. അപ്പൊ 3 സെന്റ് സ്ഥലമാണെങ്കിൽ 2 സെന്റ് അവർക്കും മകനും 1 സെന്റ് മകൾക്കും കിട്ടും. 2:1 റേഷ്യോ. ബാലൻസ് എത്രയാണോ വരുന്നത് അതിന് 2:1 റേഷ്യോയിൽ കിട്ടും. എപ്പോഴും പെൺകുട്ടികൾക്ക് ഇതാണ് ഇവിടെ തുല്യനീതിയില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം. റിലേറ്റീവ്സ് മറ്റേ ബാക്കി ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഡിസ്റ്റന്റ് കിൻഡ്രഡ്സ് എന്ന് വരിക. അത് അതിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഈ മെയിൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ അകത്ത് തന്നെ തീരും. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു എക്സാമ്പിളിലേക്ക് പോവാം, അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ചോദിച്ചാൽ പോരാ, കാരണം അപ്പൊ ഇപ്പൊ ക്ലിയർ ആവാത്ത ചിലപ്പോ ഇതിലൂടെ ഒന്നുകൂടെ ക്ലിയർ ആവാൻ പറ്റണമെങ്കിൽ നന്നായിരിക്കും, അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു മുസ്ലിം ഡൈസ് ലീവിങ് എ വിഡോ. അയാളുടെ ഭാര്യയുണ്ട്, മകനുണ്ട്, എൻ്റെ ഡോട്ടർ. ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അവരൊരു വർത്ത് നമുക്ക് 24 lakhs ആണ് അവരുടെ പ്രോപ്പർട്ടിയുടെ വർത്ത് ഉള്ളത്. അല്ലെങ്കിൽ പ്രോപ്പർട്ടി 24 സെൻസ് എടുക്കാൻ, 24 ഏക്കർ എടുക്കാൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, യൂണിറ്റ് 24 എടുക്കാം നമുക്ക്. അതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ വിഡോ ഗെറ്റ്സ് 1/8 ഓഫ് 24 lakhs. ഓക്കെ, ഇതെങ്ങനെ 1/8 കിട്ടിയ? ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോ വിഡോ ആണ്. നമ്മൾ ഇവിടെ പട്ടികയിൽ പറഞ്ഞിട്ടുണ്ട് വിഡോ വൈഫ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. കാരണം ദർ ആർ ചിൽഡ്രൻ, കുട്ടികളെ ഞാൻ പറഞ്ഞു, മകളും ഉണ്ട് മകനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 1/8 ആണ് ഇവിടെ വന്നത്, അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ 1/8 പറഞ്ഞു. അപ്പൊ 24 ലക്ഷത്തിന്റെ 1/8 എടുത്തപ്പോ 3 ലക്ഷം കിട്ടും. ഇത് ഫിക്സഡ് ഷെയർ ആണ്. ഈ ഭാര്യയ്ക്ക് ഭർത്താവ് മരിച്ചപ്പോ കുട്ടികളും ഉണ്ട്. അപ്പൊ ഭാര്യയ്ക്ക് 24 ലക്ഷത്തില് 3 ലക്ഷം മാത്രമാണ് ഈ ഭാര്യയ്ക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? മകനും ഉണ്ട് മകളും ഉണ്ട്, അല്ലെ? മകൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, റിസൈഡ്യൂറിയിലേക്ക്. മകൻ ഓൾറെഡി റിസൈഡ്യൂറിലാണ്, അതേ സമയത്ത് മകള് ഷെയറിലാണ്. ഇവർ മകനും മകളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂള് വരും, കോ ഇൻഹെറിറ്റൻസ്. അതായത് സൺ ആൻഡ് ഡോട്ടർ രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ രണ്ടും റിസൈഡ്യൂറിയിലേക്ക് വരും. അവര് എടുക്കുക 2:1 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ റിസൈഡ്യൂ എത്രയാന്നുള്ളത് നോക്കണം. റിസൈഡ്യൂ വരുന്നത് 21 lakhs ആണ്. അതായത് ശിഷ്ടം എത്ര വരുന്നത്, അവശേഷിക്കുന്നത് എത്രയാണ്? ഷെയറേഴ്സിന്റെ ഷെയർ കഴിച്ചു കഴിഞ്ഞാൽ, ഷെയറേഴ്സിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതിൽ അച്ഛൻ പറഞ്ഞിട്ടില്ല, മക്കൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഷെയറേഴ്സിന്റെ ലിസ്റ്റിൽ ഈ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. ഭാര്യ, മകൻ, മകൾ. മകള് ഇവിടുന്ന് പുറത്തേക്ക് ചാടി
മകൻ ഉള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ ഭാര്യ മാത്രമേ ഷെയർ, ഈ ഖുറാനിക് ഷെയറേഴ്സ് അല്ലെങ്കിൽ ഷെയറേഴ്സിൽ അവശേഷിക്കുന്നത് ഫിക്സഡ് ഷെയർ ഉള്ളത് വൈഫ് മാത്രമാണ് 1/8 ആണ്. അപ്പൊ ഈ 1/8 ടോട്ടൽ ഷെയറിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളത് റിസൈഡ്യൂ ആയി, ബാലൻസ് ആയി. അപ്പൊ റിസൈഡ്യൂറീസ് ആരൊക്കെയാണെന്നുള്ളത് നോക്കും. അവിടെ ഈ മകനും മകളും വരുന്നുണ്ട്. അവർ 2:1 എടുക്കേണ്ടത്. അപ്പൊ 3 lakhs ആണ് ഈ പറയുന്ന ഫിക്സഡ് ഷെയർ ഭാര്യയ്ക്ക് വരുന്നുള്ളൂ. 24 × 1/8 3 lakhs കിട്ടി. 24-ന് 3 lakhs നമ്മൾ കുറയ്ക്കണം, കാരണം അപ്പോഴാണ് റിസൈഡ്യൂ എത്രയെന്ന് കിട്ടുക. റിസൈഡ്യൂ 21 lakhs ആണ്. ഇനി 21 lakhsന് അവകാശികൾ ആരാ? 2:1 മകനും മകളും അവകാശികളാണ്. അപ്പൊ ഇതിന്റെ 2:1 എന്ന് പറയുമ്പോൾ 3-1 ആക്കുമ്പോൾ 7 ലക്ഷമാണ് വരിക. 3-7-21. അപ്പൊ 7 ലക്ഷമാണ് ഒരു പോർഷൻ എന്നുള്ളത്. മകന് രണ്ട് പോർഷൻ കിട്ടും, 14 ലക്ഷം കിട്ടും. മകൾക്ക് ഒരു പോർഷൻ കിട്ടും, 7 lakhs കിട്ടും. ഇത് ക്ലിയർ ആയോ? ഈ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഈ റിസൈഡ്യൂയിലേക്ക് പോകുന്നതെന്നും ഷെയറേഴ്സിന്റെ ഫിക്സഡ് ഷെയർ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെഡിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് ഓരോരുത്തരെ കൂടി കൊണ്ടുവരാം. ഇത് ഈ ഷെയറേഴ്സിൽ പല ആൾക്കാർ വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ നേരത്തെ പറഞ്ഞ എന്റെ ഒരു സംഭവം ഇവിടെ ഒരു ടാബുലാർ ഫോമിലേക്ക് ആക്കുന്നുള്ളൂ. വിഡോന്റെ ഷെയർ 1/8 24 lakhs. അപ്പൊ 3 ലക്ഷം കിട്ടി. സണ്ണ് റിസൈഡ്യൂറി ആണ്. അപ്പൊ റിസൈഡ്യൂറിയുടെ കാൽക്കുലേഷൻ 21 lakhs ആക്കി. അതായത് 24-ന് 3 കുറച്ച് 21 ലക്ഷം ആക്കി. അപ്പൊ 21 ലക്ഷത്തിന്റെ 2 പോർഷൻ ഇവിടെ കിട്ടി. 7 × 2 14 ലക്ഷം കിട്ടി. മകളും റിസൈഡ്യൂറിയിലേക്ക് ലീഗൽ സ്റ്റാറ്റസ് മാറി, മകളുടെ മാറി ഉണ്ടാവും. ഷെയർ എന്നുള്ളത് റിസൈഡ്യൂറി ആക്കി. എന്തുകൊണ്ടാണ്? മകൻ വന്നത് കൊണ്ട്. രണ്ടാളും വന്ന റിസൈഡ്യൂറി ആക്കി. അപ്പൊ ഇതിൽ ഒരു പോർഷൻ കിട്ടി. ഇവിടെ ഗുണം എന്താന്ന് വെച്ചാൽ മകൻ വന്നത് കൊണ്ട് വേറെ ആർക്കും തന്നെ പോയിട്ടില്ല. ഇത് ഇവിടുത്തെ 24 ലക്ഷം ഇങ്ങനെയാണ് ഇവര് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സിനാരിയോയിൽ നമ്മൾ ഫാദറിനെയും കൂടെ കൂട്ടാണ്. അച്ഛനുണ്ട്, ഒരു മുസ്ലിം മാൻ മരിച്ചു. അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, മകളുണ്ട്, അച്ഛനും കൂടി വന്നു. നേരത്തെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ വരുമ്പോ എന്താ നോക്കാം. അച്ഛൻ വരുമ്പോ ഷെയറേഴ്സിൽ അച്ഛനുണ്ട് അല്ലെ, നമ്മളിവിടെ കണ്ടു. ഷെയറേഴ്സിൽ ഫാദറും കൂടി ഉണ്ട്. അപ്പൊ മകള് ഇവിടുന്ന് ഔട്ടായി, കാരണം മകനുള്ളതുകൊണ്ട്. അപ്പൊ വൈഫും ഉണ്ട്, ഇപ്പൊ ഫാദറും ഉണ്ട്. രണ്ടുപേര് ഷെയറേഴ്സ് ആണ്. അപ്പൊ ഫാദറിന് ഇഫ് ചിൽഡ്രൻ എക്സിസ്റ്റ് 1/6 ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സിനാരിയോയില് ഇനി ഇവിടെ വരാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കിട്ടുക? നമ്മൾ സെയിം 24 lakhs തന്നെയാണ് കിട്ടുന്നത്. അയാൾ മരിച്ചു. അപ്പൊ ഭാര്യയ്ക്ക് 1/8 കിട്ടി, 3 lakhs ആണ്. ഫാദറിന് നമ്മൾ നേരത്തെ കണ്ടു 1/6 ഉണ്ട്. കുട്ടികൾ ഉള്ളതുകൊണ്ട് ഷെയറിന്റെ കാറ്റഗറിയിൽ തന്നെ ഇവർ രണ്ടുപേരും ഷെയറേഴ്സ് ആണ്, ഖുറാനിക് ഷെയറേഴ്സ് ആണ്, ഫിക്സഡ് ഷെയർ ആണ്. അപ്പൊ ഈ ഫാദറിന് 1/6 കിട്ടി 24 ലക്ഷത്തിൽ. അത് 4 ലക്ഷമാണ്. അപ്പൊ 4 3 7 ലക്ഷം ഈ ഫിക്സഡ് ഷെയറിൽ പോയി, ഖുറാനിക് ഷെയറിൽ പോയി. അപ്പൊ റിസൈഡ്യൂ എങ്ങനെ കണക്കാക്കാം? 24 lakhs ആണ് ടോട്ടൽ. അതിൽ നിന്ന് ഫിക്സഡ് ഷെയർ, ഖുറാനിക് ഷെയർസിന്റെ ഫിക്സഡ് ഷെയർ കുറച്ചാൽ റിസൈഡ്യൂ ആയി. അപ്പൊ 24 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഈ 4 3 7 ഇങ്ങോട്ട് കുറച്ച്, അപ്പൊ 17 ലക്ഷമായി. നേരത്തെ 21 ലക്ഷമായിരുന്നു. അപ്പം ഇത് 17 ലക്ഷമായി. ഈ 17 ലക്ഷമാണ് ഇനി റിസൈഡ്യൂവിൽ വരുന്ന മകനും മകളും കൂടെ എങ്ങനെ 2:1 റേഷ്യോയിൽ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇനി 2:1 റേഷ്യോ എടുക്കുമ്പോൾ 17 ലക്ഷത്തിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.67 ആണ് ഒരു ഭാഗം വരിക. അതിൽ 2 ഭാഗം മകന് കിട്ടി. 5.67 × 2 അപ്പൊ 11.33 ലക്ഷം ആർക്ക് കിട്ടി? മകന് കിട്ടി. മകൾക്ക് 5.67 കിട്ടി. ഇങ്ങനെയാണ് ഇവിടെ ഡിവൈഡ്. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് ഒരു 4 ലക്ഷം കൂടെ ഇവർക്ക് പോയി. അപ്പൊ ഇവർക്ക് അതിനനുസരിച്ച് കുറഞ്ഞു അല്ലെ? ഹലോ, പറഞ്ഞു. ഇതില് ആദ്യത്തെ ഒന്നാമത്തെ ഉദാഹരണത്തിലെ 2 കുട്ടികളും ഒരു പെൺകുട്ടിയാണെങ്കിലോ? 2 കുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ 2 ഷെയറേഴ്സ് ആണ്. അല്ല ഞാൻ ചോദിക്കുന്നത് എക്സാമ്പിൾ 1. ഭാര്യ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുള്ള കേസാ പറഞ്ഞത്. ഇതില് വിഡോ സൺ ആൻഡ് ഡോട്ടറിന് വരെ 2 പെൺകുട്ടിയാണെന്ന് വിചാരിച്ചു അല്ലെ? 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണെങ്കിൽ 2 ആൺകുട്ടി ഒരു പെൺകുട്ടിയോ ആണെങ്കിൽ ഇതിലേക്ക് തന്നെ പോകും. ഇവര് ഈ 2:1 തന്നെ പോകും. ആണോ പകുതിയാക്കും. അപ്പൊ 14. അതെ. ആ റേഷ്യോ അങ്ങനെ തന്നെ നിലനിർത്തും. ആൺകുട്ടികൾക്ക് 2 പോർഷൻ, മറ്റവർക്ക് 1 പോർഷൻ ഈക്വലി. റേഷ്യോ സെയിം ആയിരിക്കും.
ആൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ കിട്ടുക. അതിന്റെ പകുതിയാണ് ഇവർക്ക് കിട്ടുക. പകുതി പോകും. ഇനി അവിടെ പെൺകുട്ടികൾ മാത്രമുള്ളെങ്കിൽ അവര് ഖുറാനിക് ഷെയറിൽ നിൽക്കും, മറ്റോടത്തേക്ക് പോവില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഫാദറിനെ വന്നു. അപ്പൊ ഫാദറിനെ നമ്മൾ ടാബുലാർ ഇതിലേക്ക് കിടക്കുമ്പോൾ ഈ ഫാദർ ഇവിടെ ആഡ് ആയി ഖുറാനിക് ഷെയറിൽ. കണ്ട, ഇവർ രണ്ടുപേരും ഷെയറേഴ്സ് ആണ്, ലീഗൽ സ്റ്റാറ്റസ് ഷെയറേഴ്സ് ആണ്, അല്ലെങ്കിൽ ഖുറാനിക് ഷെയറേഴ്സ് ആണ്. ഇവർക്ക് ഒരാൾക്ക് 1/8 1/6 ഉണ്ട്, 3 lakhs 4 lakhs കിട്ടി. ഇത് രണ്ടിനും കൂടെ കുറയ്ക്കുമ്പോഴാണ് ഈ റിസൈഡറി എമൗണ്ട് കിട്ടുന്നത്. അതിൽ ഒരു 3 ഭാഗമാക്കുമ്പോൾ ബാലൻസിന് 5.6 ഒരു ഭാഗം കിട്ടി. അപ്പൊ സണ്ണിന് 2 × 5.67 11.33, ഈ ഡോട്ടർക്ക് 5.67 കിട്ടി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ഒരു സംഭവം കൂടി നമുക്ക് നോക്കാം. ഇതിൽ വിഡോ, ഡോട്ടർ ആൻഡ് ഫാദർ. ഇതിൽ സണ്ണ് വരുന്നില്ല, നമുക്ക് സണ്ണിനെ ഒഴിവാക്കി നോക്കാം. ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആൺകുട്ടികൾ ഇല്ലാണ്ട് വരുമ്പോൾ ഇവർക്ക് എന്തൊക്കെ നഷ്ടം വരിക എന്നുള്ള ഒരു കാറ്റഗറി ഇതിലാണ് വരുന്നത്. അപ്പൊ ആൺകുട്ടി വന്നതുകൊണ്ടാണ് ആ റിസൈഡ്യൂറിയിൽ ബാലൻസ് വന്നത് മുഴുവൻ ആ കുട്ടികൾക്ക് കിട്ടി. ഓക്കെ, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, പെൺകുട്ടികൾക്ക് പകുതിയും ആൺകുട്ടികൾക്ക് കൂടുതലുണ്ട്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ആ മക്കൾക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട് അവിടെ. ഇവിടെ ഇനി ആൺകുട്ടി ഇല്ലെങ്കിൽ എന്തുണ്ടാവും? പെൺകുട്ടി, ഒരു പെൺകുട്ടിയോ 2 പെൺകുട്ടിയോ എന്തായാലും വ്യത്യാസമുണ്ട്, എന്തായാലും ഒക്കെ ഷെയറേഴ്സ് ആണ്, ഫിക്സഡ് ഷെയർ ആണ്. അപ്പൊ ഈ ഫിക്സഡ് ഷെയർ എടുക്കുമ്പോൾ നമുക്ക് 24 ലക്ഷത്തിന്റെ കേസ് തന്നെ എടുക്കാം. അപ്പൊ ഇവിടെ വിഡോ നമുക്ക് നേരത്തെ കണ്ട പോലെ 1/8 ആണ് കുട്ടികൾ ഉണ്ടെങ്കിൽ വരിക. അപ്പൊ 3 lakhs കിട്ടി. ഡോട്ടർ ഖുറാനിക് ഷെയറിൽ തന്നെ നിൽക്കുകയാണ് അല്ലെ. മറ്റേത് മകൻ ഉണ്ടായിരുന്നുകൊണ്ട് ഖുറാനിക് ഷെയറിൽ ഫിക്സഡ് ഷെയർ ആയിരുന്നില്ല, റിസൈഡ്യൂറിലേക്ക് മാറ്റിയവരെ. ഇപ്പൊ മകനില്ലാത്തതുകൊണ്ട് ഇവർക്ക് നമ്മൾ വീണ്ടും ആ ഇതിലേക്ക് പോവാം. ഷെഡ്യൂൾ എന്ന് പറയുക, ഡോട്ടർ ഇവിടെ മകളില്ല, നോ സണ്ണാണ്. അപ്പൊ ഹാഫ് കിട്ടേണ്ടതാണ്. കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് 2/3 ഷെയർ ഈക്വലി എടുക്കും. ഇതിപ്പോ ഒരാളുള്ളൂന്ന് വിചാരിക്കും, നമുക്ക് കണക്കൂട്ട എളുപ്പത്തിന് ഹാഫ് എടുക്കാം. അപ്പോ ഇതാണ്. അപ്പൊ ഡോട്ടറിന് ഹാഫ് ആണ് കിട്ടുന്നത്. അപ്പൊ 24 ലക്ഷത്തിൽ 12 ലക്ഷം അവർക്ക് കിട്ടി. അപ്പൊ 3 ലക്ഷം ഇവർക്കും കിട്ടി. പിന്നെ ഫാദർ ആസ് എ ഷെയറർ അവർക്കും 1/6 ഉണ്ട്. നേരത്തെ നമ്മൾ കണക്കൂട്ടിയ പോലെ 4 ലക്ഷം കിട്ടി. അപ്പൊ ബാക്കി എത്ര വന്നു? അപ്പൊ ഇത് 19 ലക്ഷം ഉണ്ടായി. ഇപ്പൊ ഈ 3ഉം 12ഉം 4ഉം നമ്മൾ കൂട്ടിയപ്പോ 19 ലക്ഷമായി. അപ്പൊ ടോട്ടൽ 24ന്ന് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോ വീണ്ടും 5 ലക്ഷം ബാക്കിയായി. ഇതിപ്പോ ആർക്കും കൊടുക്കുക? നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ ആ ലെവലിൽ ഉള്ളവർ തമ്മിൽ തീർത്ത് അവിടെ തീരേണ്ട പരിപാടിയാണ്. ഇവർക്ക് ഫിക്സഡ് ഷെയർ സിസ്റ്റം ഉള്ളത് കൊണ്ട് എന്താ വെച്ചാല് ഭാര്യക്ക് ഇത്ര 1/8 എന്ന് പറഞ്ഞു, ഒരു മകൾക്ക് ഹാഫ് 24ന്റെ ഹാഫ് ഷെയർ പറഞ്ഞു 1/2, ഫാദറിന് ഒരു 1/6 പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോ 4 ലക്ഷമായിട്ട് അല്ല 5 ലക്ഷം ബാലൻസ് ആയിപ്പോയി. അപ്പൊ ഇതായിരിക്കും കൊടുക്കുക? ഇത് റിസൈഡ്യൂ ആണ്. അപ്പൊ ഇനി റിസൈഡ്യൂല് വരുന്നത് ആരാണെന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാല് ഫാദർ ആള് വീണ്ടും ഇവിടുത്തെ 1/6 മേടിക്കും. പിന്നെ റിസൈഡ്യൂല് ഡ്യുവൽ റോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആൾക്ക്. മകനില്ലാത്ത ആ സിസ്റ്റം വരുമ്പോ റിസൈഡ്യൂലേക്ക് ഫാദർ പോകും. ഇനി ഫാദർ ഇല്ലെങ്കിൽ പിന്നെ ബ്രദർ, അങ്ങനെ അവരെ ലെവലിലേക്ക് പോകും. അതാണ് റിസൈഡ്യൂന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ ഈ 5 ലക്ഷം 24 മൈനസ് ഈ 19 ആണ് ഷെയറേഴ്സിന്റെ, അതായത് ഖുറാനിക് ഷെയറേഴ്സിന്റെ. ഈ 3ഉം 12ഉം 4ഉം 19 എടുത്തു കഴിഞ്ഞ് 24 5 അവിടെ പോയി. ഈ സുന്നി ഈ 5 ലക്ഷം അച്ഛന് കിട്ടും റിസൈഡ്യൂറി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അച്ഛന് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കിട്ടും. ഇവിടെ ഉണ്ട് ഷെയറേഴ്സിന്റെ 1/x ഇതും കിട്ടും, റിസൈഡ്യൂറിയുടെ 5 ലക്ഷവും കിട്ടും. അപ്പൊ മൂപ്പർക്ക് 9 ലക്ഷമായിട്ട് കൂടി. നേരത്തെ മൂപ്പർക്ക് 4 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഈ 4 lakhs മാത്രമാണ് അച്ഛന് കിട്ടിയിരുന്നത്. ഇത് മകനില്ലാണ്ടായപ്പോ എന്ത് ചെയ്തു? ബാക്കി ഈ 5 ലക്ഷം കൂടെ ഇങ്ങോട്ട് പോയി. അപ്പൊ 9 ലക്ഷമായിട്ട് കൂടി. ഇതാണ് ഈ ആമ്പിള്ളേർ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും എന്നുള്ളത് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് അവർക്കുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതുള്ളത്. ഇത് ഡോക്യുമെന്റ്സിന്റെ ഒരു സംഭവങ്ങളാണ്. ഇതിലിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും സംശയങ്ങളുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇത് ഇത്രയാണ് ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലിപ്പോ ആദ്യം നമുക്ക് ഇതിന്റെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് കടക്കാം. ഹലോ സാറേ, ആ ഒരു സംശയം. അപ്പൊ ഈ
വിൽപത്രം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മാത്രമല്ലേ ഈ കാര്യങ്ങൾ ബാധകമാവുന്നുള്ളൂ. അതെ 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 അതെ. അല്ല സാർ, മുസ്ലിം നിയമത്തിൽ അങ്ങനെ ഷുക്കൂർ വക്കീലിനെ വിൽപത്രം എഴുതി വെച്ചാൽ പോരായിരുന്നോ എന്നാണ് എന്റെ അല്ല, മുസ്ലിംകള് വിൽപത്രം എഴുതുന്നതിന്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. 1/3 മാത്രമേ എഴുതി വെക്കാൻ പറ്റുള്ളൂ, ഒന്നാമത്തത്. പിന്നെ 1/3 തന്നെ രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അവര് ലീഗൽ എയറിൽ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ബാക്കിയുള്ളവരെ സമ്മതം വേണം. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 1/3 പറ്റുള്ളൂ, മുഴുവനും മുസ്ലിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു ഇതിന്റെ സംശയം മാത്രം ആദ്യം ചോദിക്കും. നമുക്ക് ഈ സെഗ്മെന്റ് നിർത്താം, എന്നിട്ട് പിന്നെ കോമൺ സംശയം. ഇപ്പൊ ഞാൻ പറഞ്ഞ മുസ്ലിം ഇതിന്റെ സംശയങ്ങൾ മാത്രം ചോദിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇത് നിർത്തിയിട്ട് ഈ സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ നിർത്താം നമുക്ക്. എന്നിട്ട് നിങ്ങളിത് കാണാൻ പറ്റും. എനിക്കിപ്പോ കാണാൻ പറ്റില്ല. ഓക്കെ സാറേ, ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ടോ? മുസ്ലിം ഹസ്ബൻഡ്, ഭാര്യ, ഒരു 32 സെന്റ് സ്ഥലമാണ്. അതിൽ 4 സെന്റ് ഭാര്യയുടെയും ബാക്കിയുള്ള ഹസ്ബൻഡിന്റെയും പേരിലാണ്. ഒരു മകളാണ് അവർക്കുള്ളത്. ഇപ്പൊ അവർ രണ്ടാളും മരിച്ചു. അച്ഛനും ഉപ്പയും ഉമ്മയും മരിച്ചു. ഈ മകളുടെ പേരില് വില്ലേജിൽ ഫുള്ളായിട്ട് ടാക്സ് അടയ്ക്കണു, പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണു, ഡോക്യുമെന്റ് അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ലോൺ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പൊസഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പെൺകുട്ടിയുടെ മാത്രം പേരിലാണ്. അത് ശരിക്ക് തെറ്റാണത്. അപ്പൊ വില്ലേജ് അവര് ചെയ്തതില് മിസ്റ്റേക്ക്. അമ്മയില്ല, ഉപ്പയും മരിച്ചു, ഉമ്മയും മരിച്ചു. ഇവർക്ക് ഫിക്സഡ് ഷെയർ ആണ്. ഇവരുടെ പ്രത്യേകത ഇതാണ്. ഇപ്പൊ മകൾക്ക് ഹാഫ് ഷെയർ കിട്ടുള്ളൂ. ഇതില് മകള് മാത്രം അച്ഛനും അമ്മയൊക്കെ മരിച്ചു, മകള് മാത്രമായിട്ട് ഉള്ളതെന്ന് വിചാരിക്കും അതിന്റെ അകത്ത്. അപ്പൊ ഒരു മകള് മാത്രം ഉള്ളെങ്കിൽ അതിൽ പകുതി ഷെയർ അവൾക്ക് കിട്ടും. അല്ലെങ്കിൽ മക്കള് പെൺകുട്ടികൾ ഇപ്പൊ 2 3 അതിൽ കൂടുതൽ ആളുണ്ടെന്ന് വിചാരിക്കാം. ആ പെൺകുട്ടികൾക്ക് 2/3 ഷെയർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിന്റെ അകത്ത്. ഒരു മകളുണ്ടെങ്കിൽ ഹാഫ് ഷെയർ കിട്ടുള്ളൂ. ബാക്കി ഹാഫ് ഷെയർ ഇവരെ ഈ റിസൈഡറി എന്നുള്ള ലെവലിലേക്ക് പോകും. ബാക്കി ബ്രദേഴ്സിനൊക്കെ പോവാം. ഉമ്മയുടെ ബ്രദേഴ്സിന്. അതെ, ഉമ്മയുടെ ഷെയർ ഉള്ളത് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഷെയർ ഉണ്ടല്ലോ. അത് രണ്ട് ലെവലിലേക്ക് പോകും. അതായത് ഉമ്മയുടെ അച്ഛനുണ്ടെങ്കിൽ ഉമ്മയുടെ അച്ഛന് പോകും, അല്ലെങ്കിൽ ഉമ്മയുടെ ബ്രദേഴ്സിന് പോകും. ഇവരുടെ ബാപ്പയുടെ ഷെയർ ബാപ്പയുടെ അച്ഛനുണ്ടെങ്കിൽ ബാപ്പയുടെ അച്ഛൻ റിസൈഡറും അല്ലെങ്കിൽ ബാപ്പയുടെ ബ്രദേഴ്സിന് പോകും. ഹാഫ് ഷെയർ മാത്രമേ പെൺകുട്ടിക്ക് കിട്ടുള്ളൂ ശരിക്കും. അപ്പൊ ഇവര് വില്ലേജിൽ നിന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പോകും. അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ മറ്റൊരാരാണോ അവര് അതിന്റെ റിലീസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈ ബ്രദേഴ്സ് വരുമല്ലോ, കുറെ കോംപ്ലിക്കേറ്റഡ് ആ. ബ്രദേഴ്സ് ആരൊക്കെയാണ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ആ ലീഗൽ ഹെയർഷിപ്പ് ഒക്കെ എങ്ങനെ എടുക്കും നമ്മള്? വരുമ്പോ പ്രോപ്പർലി ഇത് നമ്മളെങ്ങനെ കണ്ടെത്താന്ന്. ഇപ്പൊ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഭാര്യ മക്കൾ ആരാന്ന് കണ്ടെത്താൻ ലീഗൽ ഹെയർഷിപ്പ് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എക്സാമ്പിള് വളരെ ഒരു ക്രിട്ടിക്കൽ സാധനമാണ്. കാരണം ഇവരുടെ അമ്മയ്ക്കും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടേബിൾ അനുസരിച്ചാണ് ഞാൻ ആർക്കൊക്കെ പോകേണ്ടത്. ഇവർക്ക് ഹാഫ് ഷെയർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് റിസൈഡ്യൂറിൽ എന്ന് പറയുന്ന ആളാണ്. റിസൈഡ്യൂറിൽ വരുന്നത് ഇമ്മീഡിയറ്റ്ലി വരുന്ന ഫാദർ ഉണ്ടെങ്കിൽ ഫാദർ, ഇല്ലെങ്കിൽ ബ്രദേഴ്സ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ ആൺമക്കളില്ലെങ്കിൽ അവർക്കാണ് പോവുക. ഇപ്പൊ നമ്മൾ ബ്രദേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഈ ബ്രദേഴ്സിന് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുക? ഏത് ഡോക്യുമെന്റ് വെച്ചിട്ട് കണ്ടെത്തുക? അപ്പൊ ആദ്യത്തെ ലീഗൽ ഹെയർഷിപ്പ് കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഹെയർഷിപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണം. അല്ലെങ്കിൽ പിന്നെ സക്സഷൻ സർട്ടിഫിക്കറ്റ് കോടതിയിൽ പോയിട്ട് തെളിയിച്ച് കൊണ്ടുവരണം. കോംപ്ലിക്കേഷൻ ആണ് ഇതൊക്കെ. കൃത്യമായിട്ട് കണ്ടെത്തൽ വലിയ പാടാണിത്. ചിലവരെന്താന്ന് വെച്ചാല് ചില വലിയ എമൗണ്ട് ഒക്കെ കൊടുക്കുന്ന ബാങ്ക്സ് ഒക്കെ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോ ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു അങ്ങനെ എഴുതി തരുന്നുണ്ട്. ഒരു കാൽക്കുലേഷൻ സ്റ്റേറ്റ്മെന്റ് മേടിക്കാറുണ്ട്. ഷെറിയ ബേസ്ഡ് കാൽക്കുലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവിടുന്ന് നോട്ടറൈസ് ചെയ്തിട്ടോ ഒക്കെ മേടിച്ച് കൊണ്ടുവരും. അത് അങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ഇത് ശരിയാണോ എന്നുള്ളതൊക്കെ. കോംപ്ലിക്കേഷൻ ആണ് ഇത്.
ശരിക്കും ഇതിൽ ആ പകുതി സ്ഥലം വെറുതെ എടുക്കും, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അതെ അതെ അതെ. മാത്രമല്ല ചെയ്യാൻ നമ്മളിപ്പോ പറ്റാത്തതല്ല, അവര് കൊണ്ടുവരണം. അതായത് അല്ല, പകുതിയിൽ മാത്രമായിട്ട് ലോൺ കൊടുക്കാനും പറ്റില്ല. ഏത് പകുതിന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏത് പകുതിയില്ല, അൺഡിവൈഡഡ് ആണ് അതിൽ കിടക്കുന്നത്. ആ ഡിവൈഡഡ് അല്ല, അൺഡിവൈഡഡ് ഷെയർ ആണ് ഉള്ളൂ. ഏത് ഭാഗമാണെന്ന് ബാക്കി ഇത് തിരിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. അല്ല, അപ്പൊ അപ്പൊ നമ്മളത് വില്ലേജില് enforce ഇവരെ ചെയ്യാൻ പോകുമ്പോ പേരിലേക്ക് ടാക്സ് അടയ്ക്കുമ്പോഴേ ഇവരെ പേരിലാക്കി മാറ്റുന്നത് ശരിക്കും അപ്പോ ഈ ലീഗൽ ഹെഡ്ഷിപ്പ് വാങ്ങിയതിന് ശേഷമല്ലേ ശരിക്കും വാങ്ങിയതിന് ചെയ്യാൻ പാടുള്ളൂ. ശേഷമാണ് ചെയ്യാൻ പാടുള്ളത്. ആ അത് ശരി വില്ലേജ് സർ, ഓക്കെ. ഓഫീസർ ചെയ്തു കൊടുക്കും. ആ വില്ലേജ് ഓഫീസർ പോക്കുവരവ് എന്ന് പറഞ്ഞ ഒരു ചിലപ്പോ അന്തിമ മുതൽ പറഞ്ഞ സാധനമില്ല ഒരു കേട്ടോ. വാക്ക് അവര് ഇപ്പൊ ETC എഴുതി കഴിഞ്ഞാൽ പിന്നെ അവര് ഇഷ്ടപ്പെട്ടു അവര് അല്ലേ? സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. മുതൽപ്പേർ ആ സിട്ര എന്നൊക്കെ എഴുതുവരും. അത് അങ്ങനെ എഴുതാറുള്ളവര് കൃത്യമായിട്ടുള്ള ലീഗൽ ഹെയർഷിപ്പ് ഇല്ലാതെ വില്ലേജ് ഓഫീസർ എഴുതി കൊടുക്കാറില്ല ആരും. അവർക്ക് റിസ്ക് ആണത്. ഇപ്പൊ ഓക്കെ, താങ്ക് നമ്മുടെ ഇവിടെ ഒരു കേസ് ഉണ്ടായത്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാള്, അയാള് വിൽപത്രം എഴുതി കൊടുത്തു. വിൽപത്രം എഴുതി കൊടുത്ത ശേഷം എന്ത് ചെയ്തു വെച്ചാൽ വില്ലേജിൽ നിന്ന് പോക്കുവരവൊക്കെ ചെയ്ത് കൊടുത്തു. അതങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറി. ഇപ്പൊ ബാക്കി ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ ശേഷം ഇപ്പം അതിന്റെ മുകളിൽ ലോൺ കൊടുത്ത ബാങ്ക് ഒരു പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. അതുപോലെ മറ്റൊരു സംശയം ഉള്ളത്, നമ്മള് ഫസ്റ്റത്തെ കാര്യം പറഞ്ഞു, നമ്മളെ വിൽപത്രം ഉപയോഗിച്ച് വായ്പ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ പുതിയ 2025 സുപ്രീം കോടതി വിധി പ്രകാരം നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വിൽപത്രം അത് പുതിയ വിധി എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 2 വീഡിയോ ചെയ്യേണ്ടി വന്നു. കാരണം കുറെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് വീഡിയോ ഇട്ടിട്ട്. അതിലൊരിക്കും വിൽപത്രത്തിന്റെ വാലിഡിറ്റി പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ഈ പ്രസന്റേഷൻ ഇനി സ്റ്റോപ്പ് ചെയ്യാലോ അല്ലെ? ആ ഭാഗത്ത് അധികം സംശയങ്ങൾ വേറെ ഇല്ലല്ലോ അല്ലെ? അപ്പോ ഈ വിൽപത്രത്തിന്റെ ഇതെങ്ങനെയാന്ന് വെച്ചാല് അവകാശികൾക്ക് നോട്ടീസ് പോണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വിൽപത്രം എന്താ പറയാ സാധുത പോയി, ഇനി വിൽപത്രം ചെയ്തിട്ട് കാര്യമില്ല, എല്ലാ അവകാശികൾക്കും അതില് അവകാശം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരത്തുന്നുണ്ട് ആളുകൾ. ശരിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാ അവകാശികൾക്കും അവകാശം ഉണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ വില്ലേജ് ഓഫീസറുടെ കയ്യില് ഇപ്പൊ നമ്മളൊരു പോക്കുവരവ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോ നമ്മള് ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുള്ളൂ. നമ്മള് പോക്കുവരവിനായിട്ട് കൊടുക്കുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും കൊടുക്കുക, വിൽപത്രത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി, ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നമ്മൾ കൊണ്ടുകൊടുക്കും. ഇപ്പൊ അതിന്റെ കൂട്ടത്തില് അവരൊരു കാര്യം കൂടി ചോദിക്കും. ഒന്നുകിൽ ഒരു അഫിഡവിറ്റ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും കിട്ടാനില്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് ആയിട്ട് കൊടുത്താലും മതി, ആരൊക്കെയാണ് അവകാശികളായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് വില്ലേജ് ഓഫീസർ ഇതിൽ പറയുന്ന ബാക്കി അവകാശികൾക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തിട്ട് പറയാ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മറുപടി തരണം, എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പറയണം എന്ന് പറയും. അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒബ്ജക്ഷൻ ആയിട്ട് റിട്ടേൺ ആയിട്ട് ഇവിടെ വില്ലേജ് ഓഫീസിൽ കൊടുക്കണം. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർ 3 മാസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യണം, സിവിൽ കേസ് ഫയൽ ചെയ്യണം. ഈ വിൽപത്രത്തിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫ്രോഡായിട്ടോ അല്ലെങ്കിൽ കൊയേഷനിലോ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒക്കെയാണ് ഈ വിൽപത്രം എഴുതിച്ചിട്ടുള്ളത് എന്ന് സ്ഥാപിച്ചാൽ മാത്രമല്ല അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരാവകാശങ്ങൾ എന്നും നിലനിൽക്കുന്നുണ്ട്. അത് വിൽപത്രത്തിന് മാത്രമല്ല, നമ്മളെ സെയിൽ ഡീഡിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൂടെ, ക്യാൻസൽ ചെയ്തുകൂടെ, സെറ്റിൽമെന്റ് ഡീഡിനെ ക്യാൻസൽ ചെയ്തുകൂടെ, ഗിഫ്റ്റ് ഡീഡിനെ ക്യാൻസൽ ചെയ്തുകൂടെ, ഏത് ഡീഡിനെയും ക്യാൻസൽ ചെയ്യാൻ സിവിൽ കോടതിക്ക് അധികാരമുണ്ട്. അത് വെറുതെ ചെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്കും ക്യാൻസൽ ചെയ്ത് തരുമൊന്നുമില്ല. അതിൻ്റെതായിട്ടുള്ള ഗ്രൗണ്ട്സ് വേണം. അത് ഫ്രോഡായിട്ടോ അല്ലെങ്കിൽ കൊയേഷനിലോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അതൊരു രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ആണ്. രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രിസംഷൻ ഉണ്ട്. പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ 60 ഒരു പ്രിസംഷൻ ഉണ്ട്. ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ജെന്യുവിൻ ഡോക്യുമെന്റ് ആൻഡ് പ്രോപ്പർലി എക്സിക്യൂട്ടഡ്. ജെന്യുവിൻലി എക്സിക്യൂട്ടഡ് ഡോക്യുമെന്റുള്ള പ്രിസംഷൻ ഉണ്ട്. ആ പ്രിസംഷനെ റിബട്ട് ചെയ്യണമെങ്കിൽ, അതിനെ മാറ്റണമെങ്കിൽ അത് എന്നെ കൊണ്ട് ഞാൻ ഒപ്പിട്ടത്, കാരണം ഇയാൾ അവിടെ പോയി ഒപ്പിട്ടുണ്ടല്ലോ,
എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആ ആധാരത്തിൽ ഒപ്പിട്ടത്. അത് ആധാരമാവട്ടെ വിൽപത്രമാവട്ടെ എന്ത് രേഖയും ക്യാൻസൽ ചെയ്യാൻ സിവിൽ കോടതിയിൽ പോയാൽ അത് തെളിയിക്കണം നമ്മൾ. അങ്ങനെ തെളിയിക്കാനാണ് ഈ പോക്കുവരവിന് വേണ്ടിയിട്ട് ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത ആളോട് വില്ലേജ് ഓഫീസർ പറയുന്നത് നോട്ടീസ് കൊടുത്തതിന് ശേഷം. അപ്പൊ ഇവര് അങ്ങനെ ഒരു സിവിൽ കേസ് ക്യാൻസലേഷൻ ഓഫ് ഡോക്യുമെന്റിന് അവർ സിവിൽ കേസ് ഫയൽ ചെയ്ത് അതിന്റെ രേഖകൾ ഇവര് 3 മാസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്ത് ഇവിടെ വില്ലേജ് ഓഫീസിൽ കൊടുക്കണം. അപ്പൊ അതുവരെ ഇയാൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ സിവിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സിവിൽ കേസിന്റെ ഓർഡർ വരുന്നത് വരെ പോക്കുവരവ് ചെയ്യാൻ പാടില്ല എന്നാണ് വില്ലേജ് ഓഫീസർക്ക്. ഇനി ഇവർ വെറുതെ ഒരു ഒബ്ജക്ഷൻ മാത്രം ഫയൽ ചെയ്തിട്ടു, സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പോയില്ല, കാരണം ഇവർക്ക് വേണ്ട ഗ്രൗണ്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ മറ്റൊന്നും വന്നിട്ടില്ല, കേസിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല, വില്ലേജ് ഓഫീസർ പോക്കുവരവ് ചെയ്ത് കൊടുക്കണം. ഈ കേസ് കൊടുക്കാൻ പോകുമ്പോൾ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഡീഡിന് നമ്മൾ ആ ആധാരത്തിൽ എത്രയാണോ വില കാണിച്ചിട്ടുള്ളൂ, ഇപ്പൊ 10 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 കോടി വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വില കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വിലയുടെ അനുസരിച്ച് കോർട്ട് ഫീ കൊടുക്കണം, കോർട്ട് ഫീ അടയ്ക്കണം. ഏതാണ്ട് 9% 10% ഒക്കെ കോർട്ട് ഫീ വരും, അതിന്റെ ഒരു അഡ്വലാറം ഫീ എന്ന് പറയും. ആ ഫീ കെട്ടി വെച്ചിട്ട് വേണം ഈ കേസ് നടത്താനായിട്ട്. അപ്പൊ പ്രോപ്പർ ഗ്രൗണ്ടോട് കൂടി വേണം പോകാനായിട്ട്. അപ്പൊ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്, കാരണം ആദ്യം ഫയൽ ചെയ്യുമ്പോൾ തന്നെ മുഴുവൻ കോർട്ട് ഫീ കൊടുക്കണ്ട, കോർട്ട് ഫീയുടെ 10% കൊടുത്താൽ മതി. ഇപ്പം 1 ലക്ഷമാണ് കോർട്ട് ഫീ വരുന്നതെന്നുണ്ടെങ്കിൽ 16 രൂപ കെട്ടിവെച്ച് നമുക്ക് കേസ് ഫയൽ ചെയ്യാലോ. അപ്പൊ അത് കെട്ടിവെച്ചിട്ട് ഒരുത്തനെ ഇപ്പൊ പോക്കുവരവൊന്നും നടത്തിക്കൂല. അവർ സിവിൽ കേസ് ഫയൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറെ കാലം കൊണ്ടു നടക്കാലോ, 10 കൊല്ലം 5 കൊല്ലം ഒക്കെ കൊണ്ടു നടക്കാം. അപ്പൊ ആ 5 കൊല്ലം വരെയും നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റില്ല ഇയാൾക്ക്. കാരണം ഇയാൾക്ക് ഒരു പ്രോപ്പർട്ടി പോക്കുവരവ് ചെയ്തില്ലെങ്കിൽ നികുതി അടച്ചു കിട്ടില്ല. നികുതി അടച്ചു കിട്ടാതെ ഇങ്ങോട്ട് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ലോൺ എടുക്കാനോ പ്രോപ്പർട്ടി ലോൺ എടുക്കാനോ മോർഗേജ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ സെറ്റിൽമെന്റിനോ കാര്യങ്ങൾക്കോ ഒക്കെ പോകാൻ തയ്യാറാവും. അപ്പൊ കുറച്ച് പൈസ വേണമെങ്കിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ ആൾക്കാർ, ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു സാധ്യത നിലവിലുള്ളത് കൊണ്ട് പോക്കുവരവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്താൽ മതി. നമുക്ക് റിസ്ക് ഇല്ല, അതായത് പഴയ കേസുകൾക്ക് റിസ്ക് ഇല്ല. പോക്കുവരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പഴയ കേസുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ല, പുതുതായി പഴയതിനോട് യാതൊരു കുഴപ്പമില്ല. പുതിയ കേസും നിങ്ങളുടെ അടുത്ത് വരുമ്പോ പോക്കുവരവ് കംപ്ലീറ്റ് ആയോ എന്ന് നോക്കാം, ഇവരെ പേരിൽ ടാക്സ് അടച്ച് കിട്ടിയോ എന്ന് നോക്കുക. വില്ലേജ് റെക്കോർഡ് പ്രകാരം BTR-ലും മറ്റു കാര്യങ്ങളും ഓണറായിട്ട് നമ്മൾ ROR ഒക്കെ എടുക്കുമ്പോൾ അതിൽ ആരാണോ അവകാശിയായിട്ട് വന്നിട്ടുള്ളത് ആളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മാറ്റുന്നത് വരെ ഈ തർക്കമുള്ളൂ. മറ്റ് തർക്കം എന്ന് പറഞ്ഞാൽ സിവിൽ കോടതി പോവാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ നമുക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും ലോൺ കൊടുക്കാൻ പറ്റില്ലോ. ആധാരം രജിസ്റ്റർ സെയിൽ ഡീഡ് കിട്ടി, അത് ക്യാൻസൽ ചെയ്യാൻ പോകാലോ. അപ്പോഴും അറ്റാച്ച്മെന്റ് ഒക്കെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിടാലോ, അവിടുന്ന് സ്റ്റേ മേടിക്കാലോ, ബാക്കിയൊക്കെ എല്ലാ പ്രശ്നങ്ങളും വരാം. അങ്ങനെ പ്രതീക്ഷിച്ച് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. അതിന് നമുക്ക് അതിലേക്ക് ഇറങ്ങാം. ഇതിൽ സാറേ ഇപ്പോ ഈ വിൽപത്രം ഒരു മുസ്ലിം അവരുടെ മക്കളുടെ പേരിൽ പൂർണ്ണമായിട്ട് എഴുതി വെച്ചൂടെ? ആ മറ്റേ പെർസെന്റേജ് നോക്കാതെ തന്നെ തുല്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും 1/3 എഴുതി വെക്കാൻ പറ്റുള്ളൂ. ബാക്കി 1/3 ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. തീരെ ഫുള്ളായിട്ട് അപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല അവർക്ക്, അവരുടെ ഭൂമി മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, അല്ല മീൻസ് മക്കൾക്ക് കൊടുക്കണമെങ്കിൽ പറ്റുള്ളൂ. അപ്പോഴും അവർ മരിച്ചു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ വഴി മാത്രമേ മറ്റേത് പോകാൻ പാടുള്ളൂ. ബാക്കി അങ്ങനെ തന്നെ പോവുള്ളൂ അല്ലെ? അതെ 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 അതെ, അതാണ് അതിലൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഈ ഒരു മകനും മകളും ഉണ്ടെങ്കിലും അവർക്ക് തുല്യമായിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. ഇല്ല 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 ഇല്ല, 2/3 അവർക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അതെന്തായാലും അവർക്ക് കിട്ടണതാണല്ലോ. അല്ല, 1/3 എഴുതി വെക്കാം. 2/3 അവർക്ക് ഈ പ്രകാരം കിട്ടുള്ളൂ. എങ്ങനെയാണോ അവരുടെ ഈ ഷെയറിങ് പോകുന്നത് അതനുസരിച്ച് കിട്ടുള്ളൂ. ഏരിയ തിരിച്ചു വേണേ പറയാന്ന് മാത്രം, ഇന്ന ഭാഗം അവർക്ക് കൊടുത്തു അങ്ങനെ ആയിട്ട് മാത്രം തിരിക്കാം, ബാക്കി 2/3 ഒഴിച്ചിട്ടു എന്നുള്ളത് പറയാന്ന് മാത്രം അല്ലേ? അതെ അതെ അതെ. ഒരു സംശയം, ഈ ഹിന്ദുക്കളുടെ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടിക്ക് വില്ല് എഴുതാൻ വേണ്ടി പറ്റുമോ? ഓ പിന്നെന്താ, ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി അവരെ കയ്യിൽ വന്ന സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല.
മറ്റേത് നമുക്ക് പണ്ട് മരുമക്കത്തായം ആക്ട് ഒക്കെ ഉണ്ടായല്ലോ, ജോയിന്റ് ഫാമിലി, ഹിന്ദു ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെയാണ് ആ പ്രോബ്ലം. ബൈ ബർത്ത് ഒക്കെ അക്ഷരാലോ എന്നൊക്കെ പറയും. അത് എബോളിഷൻ ഓഫ് ഹിന്ദു ജോയിന്റ് ഫാമിലി സിസ്റ്റം ആക്ട് വന്നല്ലോ. അപ്പൊ അതിനുശേഷം പിന്നെ അത് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നില്ല, ഇപ്പൊ കേരളത്തിൽ ഇല്ല അത്. അപ്പൊ ഇപ്പൊ എല്ലാ പ്രോപ്പർട്ടിയും സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഇൻഹെറിറ്റ് ചെയ്ത് വന്നതായിരുന്നാലും ശരി. (8:30) ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം അതിന്റെ സമയമാണ്. ഇനി ആർക്കെങ്കിലും ഒരു 5 മിനിറ്റിനും കൂടി സംശയങ്ങൾ ചോദിക്കാം. ഇല്ല, തൃശ്ശൂരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? തൃശ്ശൂരിൽ നിന്നുള്ള തൃശ്ശൂർക്കാരുണ്ട്. തൃശ്ശൂർക്കാരുണ്ടല്ലേ? തൃശ്ശൂർ ഏത് ബാങ്കാ? തൃശ്ശൂര് എങ്ങണ്ടിയൂരാണ്. എങ്ങണ്ടിയൂർ ഏത് ബാങ്കാ? എങ്ങണ്ടിയൂർ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അവിടെ തന്നെയുള്ള വേറെ ബ്രാഞ്ചസ് ഉണ്ടോ? ഇവിടെ തന്നെ 5 ബ്രാഞ്ച്. എങ്ങണ്ടിയൂർ പഞ്ചായത്ത്. എങ്ങണ്ടിയൂർ പഞ്ചായത്തിലുള്ള 5 ബ്രാഞ്ച് ഉണ്ട് അല്ലേ? സാറ് ടൗണിൽ തന്നെയാ? ഞാന് ഓഫീസ് എന്റെ അയ്യന്തോള് ലാലൂർ റോട്ടില്, താമസം ചേറ്റുപുഴ. എന്റെ വീട് വാടാനപ്പള്ളിയാണ്. ശരിക്കും വാടാനപ്പള്ളിക്കാരനാണ്. പണ്ട് തറവാടൊക്കെ വാടാനപ്പള്ളിയാണ്. അവിടെ ഏത് ഭാഗത്താ? പള്ളിയുടെ അടുത്താ? വാടാനപ്പള്ളി ആത്മാവിന് വടക്ക് വശം, ഗണേശമംഗലം കിഴക്കേ ഭാഗത്ത്, പൊയ്യാറാം. ശരി. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ, വളരെ കോംപ്ലിക്കേറ്റഡ് വിഷയം ആയതുകൊണ്ടാണ് സംശയങ്ങൾ കുറവെന്ന്. അതെ, എനിക്ക് തോന്നാൻ മനസ്സിലാവാത്തോണ്ടാണോ സംശയം ചോദിക്കാൻ. തീരെ മനസ്സിലാവാത്തതിലുണ്ടാവും പറഞ്ഞതില്. കാരണം ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. ഇല്ല, പറഞ്ഞതിലും മനസ്സിലായി. സാർ എന്റെ PPT അയച്ചു തരാൻ വേണ്ടി പറ്റുമോ? അത് ചെയ്യാം. ഞാൻ കലക്ട് ചെയ്ത് അയക്കാം, ഗ്രൂപ്പിലിടാം. ഞാൻ ഷെയർ ചെയ്യാതെ. അതിൽ ആ ടേബിൾസ് ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് സംശയം വരുമ്പോൾ നോക്കാൻ നല്ലതാണ്. ഞാൻ ഒരു പറയാൻ എളുപ്പത്തിന് ഞാൻ കുറെ മാർഗം നോക്കി എങ്ങനെ പറയണം. കാരണം ഇത് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു ടാബുലാർ ഫോമിലേക്കൊക്കെ ഒന്ന് ആക്കി നോക്കിയത്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും കുറച്ചും കൂടി. ഞാൻ അത് ഷെയർ ചെയ്യാം. വലിയ സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അരുൺ അരുൺ ഷെയർ ചെയ്യാം. സാറേ, വളരെ നമ്മുടെ സർവീക്ഷണത്തിന്റെ 44ാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. നമ്മള് ഇന്നത്തെ വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഒരു പങ്കാളിത്തം ഇച്ചിരി കുറവ് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെ നമുക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായി സാറേ വിഷയം പിന്തുടർച്ച അവകാശ നിയമങ്ങൾ നമ്മുടെ സഹകരണ വകുപ്പിലെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് സാർ ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ സാജൻ ജനാർദ്ദൻ സാറിന് കഴിഞ്ഞ തവണയും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പം സാറിന് ഒറ്റ വാക്കിൽ സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.